1 മാസം കഴിഞ്ഞു. ഇവിടെയുള്ള എല്ലാ സംഘടനകളും ബന്ധപ്പെട്ടതാണ്. ഓക്കെ. അവസാനം പുള്ളിക്ക് ഇടയ്ക്ക് ബാഡായി. ഞങ്ങൾ വിചാരിച്ചു ഇനി വല്ല ഇതായിപ്പോ. അപ്പോൾ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചു. അവരും ഏറ്റെടുത്തില്ല. ഓക്കെ. ആരും ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞു. ഓക്കെ. ഇദ്ദേഹത്തിന്റെ ഭാര്യയോടൊക്കെ നമ്മളൊന്ന് ബന്ധപ്പെട്ടാലോ? അവർക്ക് വേണ്ട. ഓ ഡിവോഴ്സ്. ഓക്കെ. 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 ഇനിയിപ്പോൾ ഇങ്ങനത്തെ ആളിലുണ്ട് നമുക്ക് തന്നാൽ മതി കേട്ടോ. നമ്മൾ തീർച്ചയായിട്ടും ഏറ്റെടുക്കും. അതിനകത്ത് കാര്യങ്ങളൊന്നുമില്ല. ഇല്ല, സാറ് പറഞ്ഞാൽ മതി. നമ്മൾ ഉറപ്പായിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ ജോസ് എന്ന രോഗി ഒരു മാസമായിട്ട് നമ്മളിവിടെ ചികിത്സയും ഭക്ഷണവും എല്ലാമായിട്ട് കഴിയുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ രോഗിയെ ചികിത്സയ്ക്ക് ശേഷം ആക്ച്വലി നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാൻ വെച്ചിരുന്നതാണ്. ആക്ച്വലി ഈ പേഷ്യൻ്റ് വന്നത് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ചികിത്സ കഴിഞ്ഞിട്ട് GH പത്തനംതിട്ടയിൽ വരികയും അവിടുന്ന് ആംബുലൻസിൽ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. പിന്നെ നമ്മൾ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് അത് ഇത്ര കാലം ആദ്യമേ ICUലായിരുന്നു. അതിനുശേഷം വാർഡിലോട്ട് മാറ്റി പുള്ളിക്ക് ഭക്ഷണം ഒക്കെ നമ്മൾ സ്വയം കഴിക്കാനുള്ള ഇതില്ലായിരുന്നു. പിന്നെ ഭാര്യയൊക്കെ സിസ്റ്റർമാരും അവിടുത്തെ മെഡിസിനിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡും എല്ലാവരും നല്ലോണം സഹകരിച്ച് ഈ രീതിയിൽ നമുക്ക് ജോസിനെ എത്തിക്കാൻ പറ്റി. അങ്ങനെ ഇരിക്കുകയാണ് സ്നേഹത്തണൽ എന്ന സ്ഥാപനം മുന്നോട്ട് വരികയും ജോസിനെ ഏറ്റെടുക്കാമെന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ ജോസിനെ അധിവസിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് മാറ്റുകയും. പ്രിയപ്പെട്ടവരെ, കോന്നി മെഡിക്കൽ കോളേജിലേക്ക് നമ്മൾ പ്രിയപ്പെട്ട ജോസ് എന്ന ചേട്ടനെ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടുത്തെ കഴിഞ്ഞ 1 മാസമായിട്ട് ഹോസ്പിറ്റൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ഉപേക്ഷിച്ച ഒരളവിലായിരുന്നു. പ്രിയപ്പെട്ട ഡോക്ടർമാരുടെ കാരുണ്യത്താൽ, ഇവിടുത്തെ സ്റ്റാഫിൻ്റെ കാരുണ്യത്താൽ അദ്ദേഹത്തിന് വസ്ത്രവും അദ്ദേഹത്തിന് ആഹാരവും ഒക്കെ കൊടുത്ത് ഇവരെ സംരക്ഷിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്നേഹത്തണൽ ഇദ്ദേഹത്തെക്കുറിച്ച് അറിയുകയും നമ്മൾ ഇന്ന് ഇദ്ദേഹത്തെ സ്നേഹത്തണലിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട
കോന്നി പോലീസ് സ്റ്റേഷനിൽ നിന്ന് മുജീബ് സാർ നമ്മുടെ കൂടെ ഉണ്ട്. CSRൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ കൂടെ ഇവിടെ എത്തിയത്. പ്രിയപ്പെട്ട എല്ലാ ഹോസ്പിറ്റൽ അധികാരികൾക്കും ഡോക്ടേഴ്സിനും ഇവിടുത്തെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറയുന്നു. ഏറ്റവും നന്നായിട്ട് അദ്ദേഹം ക്യൂർ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താൻ സുഖം പ്രാപിക്കട്ടെ. തന്നെ മനുഷ്യൻ്റെ അവസ്ഥ ഇതാണ്. തൻ്റെ ഭാര്യയും മക്കളും ഒക്കെ, അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരെല്ലാം അദ്ദേഹത്തെ ഉപേക്ഷിച്ചതാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരവസ്ഥയിൽ ഇങ്ങനെയാണ്. വിശേഷം നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്ന ഈ രോഗി വളരെ മോശമായ അവസ്ഥയിൽ നമ്മുടെ മെഡിക്കൽ കോളേജിൽ എത്തപ്പെട്ട രോഗിയാണ്. ബന്ധുക്കാരും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ സിസ്റ്റർമാരുടെയും നമ്മുടെ മറ്റ് സ്റ്റാഫിൻ്റെയും പ്രയത്നഫലമായിട്ട് അദ്ദേഹത്തെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞു. എങ്കിലും അദ്ദേഹം അനാഥനാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാൻ ആരുമില്ലാതെ ഇരുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ആ അവസരത്തിൽ ഈ സ്നേഹത്തണൽ എന്ന ഈ സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിൽ ഈ രോഗിയെ ഏറ്റെടുക്കുകയും കൊണ്ടുപോയി സംരക്ഷിച്ചോളാമെന്ന് പറയുകയും ചെയ്തതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. കോന്നി മെഡിക്കൽ കോളേജിൻ്റെ പേരിൽ ഞാൻ പാസ്റ്റർ ബിനുവിനെ നന്ദി രേഖപ്പെടുത്തുകയാണ്. സന്തോഷം. താങ്ക് യു സോ മച്ച്. ദൈവം അനുഗ്രഹിക്കും. താങ്ക് യു. ശരി സാറേ, ദൈവം അനുഗ്രഹിക്കും. ശരി മാഡം, കാണാം. എന്നാൽ കൊണ്ടുപോയില്ലേ നമ്മൾ?
യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ, യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ, ഏലിയാവിൻ പൂതപ്പേ വീടേ നിന്റെ വിശ്വാസ ശോധനയിൽ, ഏലിയാവിൻ പൂതപ്പേ വീടേ നിന്റെ വിശ്വാസ ശോധനയിൽ. ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ, ഉന്നം വച്ച വൈരിയിൻ കണ്ണിൻ മുൻപിൽ പതരാതെ, ഉന്നം വച്ച വൈരിയിൻ കണ്ണിൻ മുൻപിൽ പതരാതെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് ദൈവത്തിന് ചെയ്യുന്ന ആരോഗ്യമിച്ചിടും അവനുടെ ചുവടുകളെ, ആരോഗ്യമിച്ചിടും അവനുടെ ദൈവകൃപയിൽ ഇഹലോകമോ താരികിൽ ഒരു സുഖവും മനഃശാന്തിയാണോ, ഇഹലോകമോ താരികിൽ ഒരു സുഖവും മനഃശാന്തിയാണോ, എന്റെ യേശുവിന്റെ തിരുസാന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ഓ എന്റെ യേശുവിന്റെ തിരുസാന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് ആരോഗ്യമിച്ചിടും അവൻ ചുവടുകൾ, ആരോഗ്യമിച്ചിടും അവനുടെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് മനോവേദന ആശ്വസിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ മഹത്വത്തിനായി എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും
തന്റെ നാമമഹത്വത്തിനാൽ ഒരു കൈ തീരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈ തീരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സകലമാനവും മഹത്വവും പുകഴ്ചയെല്ലാം ദൈവത്തിന് അർപ്പിക്കുന്നു. ഭാഷബിന് വാഴമുട്ടും അവരുകൾ കുടുംബം, മാതാപിതാക്കൾ, കൂട്ട് സഹശുശ്രൂഷകന്മാർ കുടുംബം, കടന്നു വന്ന എല്ലാ ദൈവജനം, ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഏവർക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നാം ഒന്നിച്ച് ഇന്ന് പകൽക്കാലം ഇവിടെ കൂടി വരുവാനായി സർവശക്തനായ ദൈവമിടയാക്കിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഈ ഓൾഡ് ഏജ് ഹോം പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്തിട്ട് 4 വർഷവും 7 മാസവും ആകുകയാണ്. സ്തോത്രം. ഇന്നയോളം ദൈവം ജയത്തോടെ വഴി നടത്തിയ വിധങ്ങളെ ഓരോന്നായി ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ, നന്ദി കരേറ്റുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിന് സ്തോത്രം. പക്ഷെ ബിനു വാഴമുട്ടും അവരുടെ ഹൃദയത്തിലെ നല്ല താല്പര്യവും ആഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവം കണ്ട് തക്ക സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ടിടയായി. മനോഹരമായ ഒരു സ്ഥലം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇതിനേക്കാൾ ഉപരിയായി വിശാലതയിലേക്ക് വരുവാനായി വളരെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ദിനങ്ങളിൽ വെളിപ്പെട്ടു വരും. വിശ്വസിന്റെ കരപുറത്ത് സ്തോത്രം ചെയ്താണ്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ദൈവത്തിന്റെ വചനമാണ്. വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന വിഷയത്തിനൊക്കെ ഇന്നുവരെ മറുപടി തന്നിട്ടുണ്ടെങ്കിൽ ഇനിയും തരാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ആ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. സ്തോത്രം, 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 സ്തോത്രം. നന്ദി കർത്താവേ, നന്ദി അപ്പച്ച. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. താങ്ക് യു ലോർഡ് ജീസസ്. സ്തോത്രം ചെയ്തു. ഇവിടെ പാർക്കുന്ന എല്ലാ ദൈവമേ മഹത്വനാഥ സ്തുതിക്കുകയാണ്, സ്തുതിക്കുകയാണ്. എത്രയോ ജീവിതങ്ങൾക്ക് ഹല്ലേലൂയ, ആരും ഒരു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെയുള്ള ദൈവമക്കൾക്ക് ഒരു സങ്കേതമായി സ്തോത്രം, 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 സ്തോത്രം. ഇവിടെ പാർക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കണമേ. നന്ദി അപ്പച്ച, നന്ദി. ആരോഗ്യം, ബലവും സ്തോത്രം, 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 സ്തോത്രം. ചെയ്യുമാറാകണമേ. ഞങ്ങൾ അങ്ങോട്ട് ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. മക്കൾക്കും ആവശ്യമുള്ളതെല്ലാം സ്വർഗത്തിൽ നിന്ന് ദാനം ചെയ്യണമേ. ഹല്ലേലൂയ. ഒരു കുറവ് വരുവാൻ അനുവദിക്കല്ലേ കർത്താവേ. പരിശുദ്ധനേ, നന്ദി അപ്പാ. എല്ലാ നല്ല ദാനങ്ങളെ കൊണ്ട് ഈ മക്കളെ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവദാസനെ കുടുംബമായി ഇതിന് ചുമതല വഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. ശുശ്രൂഷിപ്പാൻ എല്ലാവർക്കും കൃപ കൊടുക്കുമാറാകണമേ. ഇതിന് ചുറ്റും സ്വർഗീയ ദൂതന്മാരുടെ കാവലുണ്ടാകേണ്ടത് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കൾക്കായി സ്തോത്രം. എല്ലാവരെയും ധാരാളമായി ദൈവം അനുഗ്രഹിക്കും. അല്പസമയം പാതപടി ഇരിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. മാനവ മഹത്വം പിതാവിനും യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. വീക്കോട്ടത്തെ ഭാവിച്ചാൻ പ്രാർത്ഥിച്ചാണ്. പ്രാർത്ഥിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. മഹത്വം. അനുഗ്രഹീതമായിരിക്കുന്ന ഈ മധ്യാഹ്ന സമയത്തിനായി ഹല്ലേലൂയ. സ്തുതിക്കുകയാണ്. അങ്ങേക്ക് 1000 സ്തോത്രം അർപ്പിച്ചുകൊണ്ട് പകൽക്കാലം ഞങ്ങൾ സ്തോത്രം. നീ സകലതും അറിയുന്ന ദൈവമായിരിക്കാൻ ഞങ്ങളുടെ സകല ചിന്താകലങ്ങളും ക്രിസ്തുയേശുവിനിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ബലത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു. അവരുടെ സകല കഷ്ടങ്ങളും അവരെ വിടുവിക്കുന്നു പറഞ്ഞ കർത്താവേ, നല്ല പകൽക്കാലത്തിനായി
നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ സ്വർഗ്ഗം തന്ന ദാനങ്ങൾക്കായി സ്തോത്രം, സ്തോത്രം. ബലമുള്ള വലങ്കയിൽ ഏൽപ്പിക്കുക. ഞങ്ങൾക്ക് എന്ന ഓൾഡ് ഏജ് ഹോമിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം നടത്തുവാൻ ദൈവം ഞങ്ങളെ മാനിച്ചതിനായി സ്തോത്രം. മേലാൽ നടത്താൻ മതിയായവനായ ദൈവമേ, ഞങ്ങൾ അങ്ങനെ കരുത്തിൽ വെച്ച് പിന്നെയും പ്രാർത്ഥിക്കുന്നു. അല്പം കൂടെ വിശാലതയിലേക്ക് കടന്നു പോകുവാൻ ഞങ്ങൾ ആഗ്രഹിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി നീ ഉത്തരവരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കഷ്ടത കണ്ട് ഞങ്ങളെ സഹായിക്കുന്ന ദൈവം ഞങ്ങൾക്കുണ്ടല്ലോ. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നോട് യാചിച്ച യാതനകൾക്കൊക്കെയും ഞങ്ങൾക്ക് ഉത്തരവരണേ ദൈവമേ. നന്ദിയോടെ സ്തോത്രം അർപ്പിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും ക്രിസ്തുവേശുവിൽ ഇട്ടുകൊള്ളുക. അവൻ നിങ്ങളെ പുലർത്തുമെന്നുള്ള വാഗ്ദത്തത്തെ ഓർത്ത് പിന്നെയും പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞങ്ങളുടെ ഭാഷയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ കൃപയ്ക്കായി സ്തോത്രം. സകല ശുശ്രൂഷകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കടന്നു വന്നിട്ടുണ്ടല്ലോ, അവരെയും മാനിക്കണമേ. കടന്നു വന്ന അടിയങ്ങളെ മുറ്റുമായി ഓരോരുത്തരെയും പേര് വരാതെ കരുത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഓൾഡ് ഏജ് ഹോമിൽ കഴിയുന്ന വ്യക്തികൾക്ക് വേണ്ടി ഏവരെയും മാനിച്ച് അനുഗ്രഹിക്കണമേ. സ്വർഗീയ സന്തോഷം അനുഭവിപ്പാൻ എല്ലാവർക്കും മുഖാന്തരങ്ങളെ കൊടുക്കണമെന്ന് അങ്ങനെ വലിയ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെ യാതൊന്നും കേൾക്കുന്ന ദൈവത്തിന് സ്തോത്രം. എല്ലാമെല്ലാം കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി ജീവനത്തിന് യേശുവിന് തന്നെയുള്ള നാമത്തിൽ ചോദിക്കും. ദയവുണ്ടായ കൃപയോട് കേൾക്കുമാറാകണമേ. എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തജനവാഴ്ത്തും നാമം. എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തജനവാഴ്ത്തും നാമം. ആമേൻ. എല്ലാ മുഴങ്ങാലും മടങ്ങിടും തീരും നല്ല മഹത്വമുള്ള നാമം. എല്ലാ മുഴങ്ങാലും മടങ്ങിടും തീരും നല്ല മഹത്വമുള്ള നാമം. യേശുനാമം അതിശയനാമം, ഏകീകരിക്കുന്ന നാമം. ആമേൻ. യേശുനാമം അതിശയനാമം, ഏകീകരിക്കുന്ന നാമം. ഓ എല്ലാമില്ലാതാരോ എന്ന് കാണിഞ്ഞ നാമം. എല്ലാമില്ലാതാരോ എന്ന് കാണിഞ്ഞ നാമം.
ദൈവത്തിന് മഹത്വം. പാസ്റ്റേഴ്സ് ഓരോരുത്തരായി ദൈവസ്ഥലിൽ എഴുന്നേറ്റ് എന്ന് ഇപ്പോൾ ആശംസ അറിയിക്കും. അതിനായി കർത്തൃദാസന്മാരെ ഞാൻ ക്ഷണിക്കുക. സ്തോത്രം. കർത്താവിന്റെ ധന്യതരമായ ഈ ദൈവവേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ അഭിഷിക്തദാസൻ ആശീർവാദമുണ്ടും സഹശുശ്രൂഷന്മാർ സന്നിഹിതരായിരിക്കുന്ന ദൈവജനം, സ്തോത്രത്തിന്റെ പാസ്റ്ററുടെ കുടുംബം, മാതാപിതാക്കന്മാർ, ഈ കോളേജിൽ താമസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചൊല്ലുന്നു. കോളേജും പാസ്റ്റർ പറഞ്ഞുകൊണ്ട് 4 വർഷവും 7 മാസവുമായി പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇതുവരെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നന്നായി നിലവാരത്തിൽ മുൻപോട്ട് പോകാൻ കർത്താവ് ചെയ്തതിനോട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനാഥന്മാരെയും വിധവന്മാരെയും നിങ്ങൾ മറക്കരുത്. ദരിദ്രന്മാരായ നിങ്ങൾ ഓർത്തുകൊള്ളണം എന്ന് തിരുവെടുത്ത് നമ്മോട് പഠിപ്പിക്കുന്നു. സ്തോത്രം. തന്നെയുമല്ല, ഞാൻ 4 വർഷം 7 മാസം അതിൽ കൂടുതലായി പാസ്റ്ററുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഈ നല്ല പ്രവർത്തനങ്ങളെ നമ്മൾ പുറമേ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ലെങ്കിലും ഇതിൻ്റെ അകത്തളത്തിലോട്ട് വരുമ്പോഴേ അതിൻ്റെ ഒരു ആത്മീയ അർത്ഥങ്ങളെ, ഭൗതിക അർത്ഥങ്ങളെ മനസ്സിലാക്കാൻ കഴിയാൻ സാധ്യമാകുകയുള്ളൂ. എന്നെ ഈ പാസ്റ്ററുമായിട്ട് ചേർന്നതിന് ശേഷം മനസ്സിനെ ഏറ്റവും ചലിപ്പിച്ചല്ലെങ്കിൽ മാനസികമായിട്ടും അല്ലാതെ ഭാരപ്പെടുത്തിയ ഒരു വിഷയം കഴിഞ്ഞ നാളുകളിൽ മരിച്ച ബാലകൃഷ്ണൻ, ഏതാണ്ട് 80 വയസ്സോളം അടുത്തുണ്ട്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പം സുരേഷ് ഭാഷ വിളിച്ച് പറഞ്ഞു, ചെല്ലണം, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യനിമിഷങ്ങൾ ശരിക്കും മനസ്സിനെ വേട്ടയാടിയ നിമിഷം അതായിരുന്നു. ഞാൻ വന്നപ്പോൾ പ്രിയ നമ്മുടെ ബെന്നി ബ്രദർ, പിന്നെ നമ്മുടെ റജി ബ്രദർ, പിന്നെ മറ്റ് ചില പ്രിയപ്പെട്ടവർ
ആ പിതാവിനെ ശുശ്രൂഷിക്കുന്നു. ക്ലീനിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ ഫിബിൻ ചെയ്യുന്നു. മറ്റ് കാര്യങ്ങൾ റെജി ബ്രദറും ബെന്നി ബ്രദറും കൂടി ചെയ്യുന്നു. എനിക്കദ്ദേഹത്തെ വലിയ പരിചയമില്ല. വന്ന് പ്രാർത്ഥിച്ചു. ആ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് ആംബുലൻസിൽ വന്ന ഒരു സഹോദരനും കൂടി ചേർന്ന് ഡെഡ് ബോഡി ഹോസ്പിറ്റലിൽ കൊണ്ട് ചെല്ലുന്നു. അവിടുത്തെ കാര്യാദികൾ കഴിയുന്നു. പിന്നീട് എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ നേരത്തെയൊക്കെ മോസസ് പാസ്റ്ററോടൊപ്പം ചേർന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ കുറച്ചുകൂടെ ആഴമായിട്ട് അന്നാണ് കാര്യാത്. കാരണം റെജി ബ്രദറിന് പോകുന്നതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ഞാനിവിടെ അവിടെ നിൽപ്പാനിടയായി തീർന്നു. പക്ഷെ അതൊന്നും എന്നെ വിഷമിപ്പിച്ചില്ല. പിറ്റേ ദിവസം സുരേഷ് പാസ്റ്ററോട് വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ആ ശവസംസ്കാര ശുശ്രൂഷയൊക്കെ ചെയ്ത്. നോക്കണമേ, അന്നാണ് ഒരു വിവാഹ ജീവിതത്തിൻ്റെ എന്തിനാണ് ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം ആദമിനെ ഹൗവയെ യോജിപ്പിച്ച് നിങ്ങൾ കുടുംബജീവിതം വർദ്ധിച്ച് പെരുകി ജീവിക്കപ്പെടണമെന്നുള്ളതിൻ്റെയൊക്കെ ഒരർത്ഥതലത്തിലേക്ക് പോകുവാനിടയായി തീർന്നു. ആ ഡെഡ് ബോഡി ഇവിടെ കൊണ്ടുവന്നു, പ്രാർത്ഥിച്ചു. ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോയി. എല്ലാവരും ചോദിക്കുന്നതിനോട് അവസാനമായിട്ട് ആരെങ്കിലും കാണാനുണ്ടോ, അന്ത്യചുംബനം കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? അവിടെ ചോദ്യമില്ല. കാരണം ഭാര്യയില്ല, മക്കളില്ല, ആരുമില്ല. ഒരനാഥ പ്രേതമെന്ന് ഞാൻ പറയത്തില്ല, ഒരനാഥത്തിൻ്റെ സ്തോത്രം. അവസാനം ഇവിടുന്ന് എടുത്ത് ഡെഡ് ബോഡി എടുത്തുകൊണ്ട് കല്ലറയിൽ കൊണ്ട് ചെന്നപ്പോൾ സുരേഷ് പാസ്റ്റർ പറഞ്ഞു മുഖം മറയ്ക്കാൻ പറഞ്ഞു. ആരാ മുഖം മറച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ബെന്നി ബ്രദറാണോ റെജി ബ്രദറാണോ, എല്ലാവരും കൂടെ കൂടി ആ മുഖം മറയ്ക്കുന്നു. സ്തോത്രം. ആ ഡെഡ് ബോഡി ഞാനൂടെ കൂടി അത് പിടിച്ച് കുഴിയിലേക്ക് ഇറക്കി വെക്കുന്നു. അന്നേരം റെജി ബ്രദർ പറഞ്ഞു ഇനി ഞാൻ ബാത്തി പാസ്റ്ററെ വിളിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ സ്തോത്രം എനിക്കൊത്തിരി മാനസികമായിട്ട് വിഷമം തോന്നിയ ഒരു സന്ദർഭമാണ്. അപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്നവർക്ക് അനാഥത്വത്തിൻ്റെ അല്ലെങ്കിൽ പ്രായമാകുന്ന സമയത്ത് മാതാപിതാക്കന്മാരെ സംരക്ഷിക്കണമെന്ന ചുമതലയുടെ ആ ഒരു ആവശ്യകത എത്രത്തോളം വലുതാണെന്നുള്ളത് എനിക്ക് എൻ്റെ ജീവിതത്തെ മനസ്സിലാക്കുവാനിടയായി തീർന്നു. അപ്പോൾ തന്നെ മാതാപിതാക്കന്മാരെ ഉപേക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ കുഞ്ഞുങ്ങളാൽ ഉപേക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കന്മാരുടെ അവസ്ഥ എത്രയോ ഭീകരമാണ്. എൻ്റെ ജ്യേഷ്ഠൻ്റെ വൈഫിൻ്റെ അമ്മ ഏകദേശം 80 വയസ്സോളം അടുക്കുന്നു. ഒരു ദിവസം വെളുപ്പിന് ഒരു 3:30 ആയപ്പോൾ ഒരു ശബ്ദം കേൾക്കാം, മോനെ മോനെ എന്നൊരു ശബ്ദം. ഞാൻ 3:30 ആയ സമയത്ത് എങ്കിലും കഥ തുറന്നു നിന്നപ്പോൾ അപ്പുറത്തെ വീടാണ്. ആ അമ്മ അടുക്കള വഴി ഇറങ്ങി പോകുന്നു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്ന് കിടന്ന് നിലവിളിക്കുക. അമ്മ എടുത്തുകൊണ്ട് പോയി. ഇപ്പം അമ്മ വാർദ്ധക്യ സഹജമായി സിംഗിങ് കണ്ടീഷനിൽ കിടക്കുക. ഇന്ന് അവരെ നന്നായിട്ട് സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ബിനുപാസ്റ്ററിൻ്റെ ആ ഒരു വലിയ കാഴ്ചപ്പാട് നിമിത്തമായി ഈ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഇതൊരു അഭയകേന്ദ്രമായി നാളിതുവരെ തീരുവാനിടയായി തീർന്നു. സ്തോത്രം. എന്നും പ്രാർത്ഥനയിൽ ഓർക്കാറുണ്ട്. കാരണം കഴിഞ്ഞ നാളിലേക്ക് എന്നെ കഴിയാവുന്ന സഹായമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് എത്രത്തോളം പറ്റുന്നില്ല. എങ്കിലും പ്രാർത്ഥനയിൽ ഓർക്കുവാനിടയായി തീരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്നവരോടൊക്കെ എനിക്ക് എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറയാനുള്ളത്, നിങ്ങളൊക്കെ ചെയ്യുന്നവരായെങ്കിലും വസ്ത്രങ്ങളും മറ്റ് കാര്യാദികളൊക്കെ ചെയ്യുന്നത് സ്തോത്രം അവർക്ക് വളരെ പ്രയോജനമാണ്. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പേരെടുത്തൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ കണ്ടിട്ട് സ്തോത്രം ഞാൻ മാറി എന്ന് കരഞ്ഞിട്ട് പോകാൻ ഞാൻ സുരേഷ് പാസ്റ്ററും കൂടെ കാര്യങ്ങളൊക്കെ അല്പമായി സംസാരിപ്പാനൊക്കെ ദൈവം ഇടയാക്കി. സ്തോത്രം. ബിനു പാസ്റ്ററിൻ്റെ ജീവിതത്തിൽ ദൈവം ഇപ്രകാരം ഒരു മുഖാന്തരം ഒരുക്കിയല്ലോ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കണം ഈ പ്രവർത്തനങ്ങളെ വിശാലമാക്കുവാൻ. ഇത് തന്നെയുമല്ല, ഞാൻ ഒരിക്കൽ ഗിൽഗാലിൽ കടന്നു ചെന്നപ്പോൾ തലയോട്ടിയൊക്കെ കിഴിഞ്ഞ് ആ ഒരു കാഴ്ചയൊക്കെ കണ്ടപ്പം ഒരുപാട് വേദനയായിപ്പോയി. സ്തോത്ര. പാസ്റ്ററോടൊപ്പം മങ്കൊമ്പി ചെന്നപ്പോഴും ഇതുപോലെയുള്ള കാഴ്ചപ്പാടുകളെ കാണുവാൻ ഇടയായി തീർന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രവർത്തനങ്ങളെ ദൈവം വിശാലമാക്കട്ടെ. അതിലേക്ക് ഉപരിയായിട്ട് സാമ്പത്തികമായിട്ട് സോഴ്സുകൾ ഒരുക്കിയെങ്കിൽ മാത്രമേ കാര്യങ്ങൾ മുൻപോട്ട് പോവുകയുള്ളൂ. ഓർഫനേജ് നടത്തുന്നതിന് കുഴപ്പമില്ല, പക്ഷെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയൊരു സാമ്പത്തിക ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ട് അതിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിശാലമാകുന്ന
ദൈവമാകുന്ന വഴികളെ തുറന്ന് പ്രസ്ഥാനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം. ക്രിസ്തു യേശു ഏവരെയും ആശീർവദിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം നമ്മൾ വായിച്ചു വരുമ്പോൾ ഒത്തിരി വിധവമാർക്ക് ആഹാരം കിട്ടാത്ത ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ദൈവാത്മാവിനാൽ 7 പേരെ തിരഞ്ഞെടുപ്പാൻ കഴിയും. പ്രിയ ബിനു പാസ്റ്റർ, സ്തോത്ര ആൻറ്റിയൊക്കെ ഈ ഒരു ചുമതല ഏൽക്കുന്നത് ഇത് പരിശുദ്ധാത്മാവിനാൽ അവർ കൊടുത്ത ഒരു വലിയ ദർശനമെന്നാണ് ഞാനിപ്പോൾ ഇതിൽ ഞാൻ ഓർപ്പിക്കുകയും ആ ദർശനത്തോടൊത്ത് പ്രാർത്ഥന വലിയ ഒരു കോട്ടയായിട്ട് ഉണ്ട്. തുടർന്നും ഈ വിഷയത്തിന് വേണ്ടി നിങ്ങൾ നല്ലതുപോലെ പ്രാർത്ഥിക്കുക, സഹായ ഹസ്തങ്ങളെ ഇതിലേക്ക് നീട്ടുക. അതുപോലെ തന്നെ ഈ പ്രവർത്തനം 4 വർഷം പൂർത്തിയായി, തുടർന്ന് 7 മാസവും ആയിട്ടുണ്ട്. ഇത് ദൈവത്തിൻ്റെ നാമത്തിലും അതുപോലെ ദൈവാത്മാ പ്രേരിതമായിട്ട് നടത്തപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഇതിനാരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തടസ്സപ്പെടുത്താൻ കഴിയത്തില്ല. വലിയ ഒരു ആത്മീയ തലത്തിലേക്ക് ഇത് നീങ്ങുക തന്നെ ചെയ്യും. തുടർന്ന് എൻ്റെ പ്രാർത്ഥന ഈ പ്രവർത്തനത്തോടു കൂടെയുണ്ട്. പ്രിയ കർത്തൃദാസനെ കുടുംബമായിട്ട് ഈ ദർശനത്തെ നിറവേറ്റുവാനുള്ള സകലവിധ ശക്തിയും ബലവും മാനസികമായിട്ടുള്ളതും ആത്മീയപരമായിട്ടുള്ളതും സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ നന്മകളും സ്വർഗസ്ഥനായ ദൈവം നൽകുമാറാകട്ടെ എന്ന് ആശംസിക്കുകയും അതോടൊപ്പം ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ക്രിസ്തു യേശുവിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവൻ്റെ അകത്ത് ഇങ്ങനെ തന്ന ആ ഒരു വീട് പോലെ വരികയാണ്. പത്തനംതിട്ട ജില്ലയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളക്കരയിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ബഹുമാന്യ ബിനുപാസ് ദൈവത്തിനൊരു കൈവപ്പുള്ളൊരു മനുഷ്യനാണ്. നമുക്കറിയാം, ഒരു അമ്മയെ നോക്കാൻ അല്ലെങ്കിൽ ഒരു അപ്പനെ നോക്കാൻ ഈ കാലഘട്ടത്തിൽ ജന്മം കൊടുത്ത മക്കൾക്ക് കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ആ സാഹചര്യത്തിൽ ഈ 4.5 വർഷം അല്ലെങ്കിൽ 5 വർഷം അടുക്കുന്ന സമയത്ത് അനേക അപ്പന്മാരെ അമ്മമാരെ നോക്കുവാൻ, ചേർത്ത് പിടിക്കാൻ കഴിയാന്നൊരു ചെറിയൊരു കാര്യമല്ല. നമുക്കറിയാം, നമ്മളെല്ലാം കുടുംബസ്ഥർ, നമ്മുടെ വീട്ടിലെ തന്നെ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ നമുക്കറിയാം. അങ്ങനെ ഇത്രയും സ്ഥാപനം ഇത്ര മനോഹരമായിട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ വലിയൊരു ആ തിരഞ്ഞെടുപ്പിനകത്തുള്ള നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമാണ് ബിനുപാസ് എന്ന് പറയുന്നത്. ഞാനിങ്ങനെ എനിക്ക് ഏകദേശം 1 വർഷത്തോളമായി പാസ്റ്ററോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് പലയിടങ്ങളിൽ എറണാകുളത്തും തിരുവനന്തപുരത്തും കട്ടപ്പനയൊക്കെ പോകുമ്പോൾ അനേകർ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കും. ബിനുപാസ് ആ മീറ്റിംഗ് കഴിഞ്ഞ് അവിടെ ഊണ് പോലും ഭക്ഷണം പോലും കഴിക്കാതെ കയറിയിരുന്ന് തിരുവനന്തപുരത്തൊക്കെ എന്ന് പറയുക ഒരു 6 മണി 6:30 അല്ലെങ്കിൽ എറണാകുളത്ത് അതുപോലെ സമയത്താണ് വെള്ളം പോലും കുടിക്കാതെ ഞങ്ങൾ വാതൊക്കെ നിൽക്കുന്നവർ ഞങ്ങൾക്ക് തന്നെ കൂത്തോടെ. കാരണം അവർ വന്നത് അങ്ങ് അസ്വസ്ഥമാകുക. പക്ഷേ പാർശ്വ ക്ഷമയോടിരുന്ന് എല്ലാവർക്കും പ്രാർത്ഥിച്ച് എനിക്കത് സങ്കടകരമായ ഒരു അനുഭവം കഴിഞ്ഞ പ്രാവശ്യം തോന്നുന്നു. ഞാനിങ്ങനെ തിരുവനന്തപുരത്ത് നിൽക്കുമ്പോൾ ഒരു അമ്മച്ചി വന്നിട്ട് എനിക്കൊന്ന് ഞാനിങ്ങനെ ബുക്ക് സ്റ്റാൻഡ് അടുത്ത് നിൽക്കുന്ന സമയത്താണോ ഒരു 100 രൂപ കൊണ്ടുവന്നിട്ട് പറയാം, പാസ് ഇത് ചില്ലറ തരണം, എനിക്ക് മാസക്ക് ദശാംശം കൊടുക്കാനാണ്, ഒരു 2.50 തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിക്കാൻ ഇവരെല്ലാം നമുക്ക് അവർക്ക് ഒരു സത്യം ഒരു ക്ലാസ് പോലും എടുക്കേണ്ടതാണ്. കാരണം ഇവർ ഓർക്കുന്ന ഒരു 10 രൂപ കൊടുത്താൽ മതി, അല്ലെങ്കിൽ അമ്പലത്തിൽ കൊണ്ട് നേർച്ച ഇടുന്ന ഒരു 2 രൂപ കൊടുത്താൽ മതി എന്നുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒത്തിരി പേരെങ്കിലും പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കണം പാസ്റ്റർ എത്രത്തോളം സഹിച്ചും ഇവിടെ നിങ്ങൾക്ക് ഇവിടെ എല്ലാം പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് ദൈവത്തിന് അനുഗ്രഹമായിട്ട് കണ്ട് ഇവിടെ ശ്രമിച്ച് നിൽക്കണമെന്നൊക്കെ പറഞ്ഞു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാം അഭിമാനമാണ് ഈ ലോകത്തോട് ചേർന്ന്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേറിയ ഈ 1 വർഷത്തിനകം എനിക്ക് ഏറ്റവും സന്തോഷകര അനുഭവമാണ് പാസ്റ്ററോട് ചേർന്ന് നിൽക്കുന്നൊരു അഭിമാനമായിട്ട് ഞാൻ കാണുന്നു. നിശ്ചയമായിട്ടും ഈ പ്രവർത്തനത്തെ, സ്നേഹത്തിലെ നിശ്ചയമായിട്ട് ആ ദൈവത്തിൻ്റെ സ്നേഹമുള്ളത് കൊണ്ടാണ് നമുക്ക് അത് ഒഴുകാൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നത്. വരും കാലങ്ങളിലും ആയിരങ്ങൾക്ക് കർത്തദാസൻ കുടുംബവും ഏലോകിയും അതൊരു അനുഗ്രഹമായി തീട്ടെന്നുള്ള എല്ലാ പ്രാർത്ഥനയോടെ ആശംസയോടെ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകും. ഓർത്തിടുമ്പോൾ അത്ഭുതമേ സ്തോത്രമല്ല. സന്തോഷത്തോടെ പാടിയാട്ടെ. ഓർത്തിടുമ്പോൾ അത്ഭുതമേ സ്തോത്രമല്ല. ഒരിക്കൽ കൂടെ പാടിയേ. ഓർത്തിടുമ്പോൾ അത്ഭുതമേ. അത്ഭുതത്തോടെ പാടിയേ. സ്തോത്രമല്ല ഒന്നുമില്ലേ
ശബ്ദമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പാട്ട് നമുക്കെല്ലാവർക്കും അനിവാര്യമായ പാട്ടാണ്. ആമേൻ. കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷിക്ത ദാസനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് 3 വർഷക്കാലമായി കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് ദൈവമാക്കി വെച്ചിരിക്കുന്ന മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിപ്പാൻ കർത്താവ് ഭാഗ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആമേൻ. ഒരു വലിയ സത്യമുണ്ട് ഇതിൻ്റെ അകത്തായിരിക്കുന്ന മാതാപിതാക്കളെ. നിങ്ങൾ അനാഥത്വം അനുഭവിച്ചവരായിരുന്നിരിക്കാം. പക്ഷെ നിങ്ങൾ സ്നേഹത്തണലിലേക്ക് വന്നപ്പോൾ നിങ്ങൾ അനാഥത്വം വഹിക്കുന്നവരല്ല. നിങ്ങൾക്ക് നല്ലൊരു അപ്പനുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു മകനുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു സഹോദരനുണ്ട്. പലരും ഞങ്ങളുടെ കാതുകളിൽ പറഞ്ഞിട്ടുണ്ട്, ബിനു പാസ്റ്റർ ഞങ്ങൾക്ക് മോനാണ്. ചിലർ പറഞ്ഞിട്ടുണ്ട് ബിനു പാസ്റ്റർ ഞങ്ങൾക്ക് അപ്പനാണ്. ചിലർ പറഞ്ഞിട്ടുണ്ട് ബിനു പാസ്റ്റർ ഞങ്ങൾക്ക് ചേട്ടനാണ്, അനിയനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് നിങ്ങളോട് പറഞ്ഞത്. ഇതിൻ്റെ അകത്തേക്ക് വന്ന നിമിഷം മുതൽ നിങ്ങൾ അനാഥരല്ല. നിങ്ങൾക്ക് അപ്പനുണ്ട്, അമ്മയുണ്ട്, നിങ്ങൾക്ക് സഹോദരങ്ങളുണ്ട്. നിങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ് അതെല്ലാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അഭിഷിക്ത ദാസൻ തൻ്റെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത ആ വലിയ നിർണയം ഇത്രത്തോളം കർത്താവ് പൂർത്തീകരിച്ചു. ഈ 4 വർഷക്കാലമായി കർത്താവ് നടത്തി. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിന്റെ അകത്ത് ദൈവഭക്തി എന്താണെന്ന് നാം പഠിച്ചാൽ, യഥാർത്ഥ ദൈവഭക്തി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: അനാഥരെയും വിധവകളെയും അവരുടെ കഷ്ടതകളിൽ പരിപാലിക്കുക എന്നതാണ് യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത്. നമ്മൾ കൈയടിക്കുമ്പോൾ അത് ഭക്തിയാകുന്നില്ല, പാട്ട് പാടുമ്പോൾ അത് ഭക്തിയാകുന്നില്ല, നമ്മൾ ചർച്ചിൽ വരുന്നു അത് ഭക്തിയാകുന്നില്ല. അതെല്ലാം നല്ലതാണ്. വേദപുസ്തക അടിസ്ഥാനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അഭിമാനമുണ്ട്. അനാഥരെയും വിധവകളെയും അവരുടെ കഷ്ടതകളിൽ അവരെ പരിപാലിക്കുക എന്നത് വലിയ ഭക്തിയാണ്. അതിൻ്റെ പ്രതിഫലം ഈ ഭൂമിയിലും നിത്യതയിലും അഭിഷക്തനും കുടുംബത്തിനും കർത്താവ് തരും. ഈ സ്നേഹത്താനോട് ചേർന്ന് നിന്ന് പ്രിയപ്പെട്ടവരെ പരിപാലിക്കുന്ന എല്ലാവർക്കും കർത്താവ് ആ നന്മകൾ കൈമാറും. വേദപുസ്തകത്തിൽ ഹോശിയ പ്രവചനം 14-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: അനാഥരോട് ദൈവത്തിന് വലിയ അനുകമ്പയുണ്ട്. ഇങ്ങനെ വായിക്കുന്നു: എന്തെന്നാൽ അനാഥർ നിന്നിൽ കരുണ കണ്ടെത്തും. അനാഥർ നിന്നിൽ കരുണ കണ്ടെത്തും. ഇവിടെ ആരും അനാഥരില്ല. നമ്മളെല്ലാവരും ഒരിക്കൽ അനാഥത്വം വഹിച്ചവരാണ് എല്ലാവരും. എന്നാൽ നമുക്ക് വേണ്ടി പിതാവായ ദൈവം തൻ്റെ ഓമന കുമാരനാകുന്ന ക്രിസ്തുയേശുവിന്റെ രക്തം കൊടുത്തു. നമ്മുടെ അനാഥത്വം മാറ്റിയിട്ട് നമുക്കൊരു നല്ല അപ്പന്റെ മക്കളാക്കി ദൈവം നമ്മളെ തീർത്തു. അതുപോലെ തന്നെയാണ് ഈ ഊഷര മരുഭൂമിയിൽ ഈ സ്നേഹത്തണൽ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട സ്നേഹം നിറഞ്ഞിരിക്കുന്ന അനുഗ്രഹീതമായ ഈ തണലിൽ നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്, നിങ്ങൾക്ക് സന്തോഷമാണ്. വീണ്ടും ഇന്നുള്ളതിനേക്കാൾ കർത്താവിനെ സമൃദ്ധിയോടെ നമ്മെ പാലിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആശംസകൾ അറിയിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടി കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനോടും കുടുംബത്തോടും ഇവിടെ ഈ സ്നേഹത്തിലേക്ക് കടന്നു വന്ന് ഒരു വാക്ക് സംസാരിക്കാൻ എനിക്ക് അവസരം തന്നതിന് ഞാൻ നന്ദി കരയേറ്റുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനിവിടെ വന്നിട്ട് 1 വർഷം, ഈ നവംബർ 3-ാം തീയതി ആകുമ്പോൾ 1 വർഷമേ ആകുന്നുള്ളൂ ഈ സഭയോട് ചേർന്നിട്ട് ശ്രേഷ്ഠദാസനോട് ചേർന്ന് പ്രവർത്തിപ്പാനും ഈ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഞാൻ ഒരു ശിശുവാണ് കർത്താവിൻ്റെ മുമ്പിൽ കേട്ടോ. ഞാൻ നന്ദി കരയേറ്റുന്നു. ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു ആവശ്യം ഒരു വ്യക്തികൾ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരാളെ സഹായിക്കുന്നു പറഞ്ഞാൽ നിമിഷം നേരം കൊണ്ട് 25,000 50,000 ഒക്കെ രൂപ കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുമായിരുന്നു. എന്നുവെച്ചാൽ ഒറ്റ ഒരു പിരിവ്, ഒരു കളക്ഷൻ, ഇന്ന ആൾക്ക് ഇന്ന പോലെ ചെയ്യണോ. പക്ഷെ അതൊക്കെ ഈസിയായിട്ട് ഞങ്ങൾ ചെയ്യുമായിരുന്നു. പക്ഷെ അതുപോലെ കാഴ്ചപ്പാടിനേക്കാളും വലിയൊരു കാഴ്ചപ്പാട് കർത്താവിൻ്റെ ദാസന് ദൈവം കൊടുത്തു. നമുക്ക് തോന്നുന്നു എനിക്കിത് 60 വയസ്സാറായി, പക്ഷെ എനിക്കിതൊരു അങ്ങനെ തോന്നാത്തൊരു കാഴ്ചപ്പാട് കർത്താവിൻ്റെ ദാസന് ദൈവം ഇല്ലേ. അപ്പം അനുഗ്രഹിക്കപ്പെട്ട ഈ സ്നേഹത്തണലിനെ ഇതിനും സമൃദ്ധിയായി കർത്താവ് ദൈവം ബ്ലസ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം മാത്രമല്ല ഗാന്ധി ഭവന് നമ്മുടെ പത്തനാപുരത്ത് 15 കോടി രൂപയ്ക്കാണ് ലുലു പണിത് കൊടുത്ത്.
അതുപോലെ നല്ലൊരു സ്പോൺസർ നമുക്ക് വരട്ടെ. ഇതിൻ്റെ അതിൽ വിസ്താരമാക്കട്ടെ അല്ലേ? നമുക്ക് അതിനതിരില്ല, വളരട്ടെ. എല്ലാ ആശംസകളും ഈ ഉച്ചയായ സമയത്ത് ആശംസിക്കുന്നു. ആത്മീയവും ഭൗതികമായും സ്വർഗീയ മന്ന പൊഴിച്ചതുപോലെ അവരുടെ സമ്പത്ത് സ്വർഗീയത്തിന് ഭണ്ഡാരത്തിൻ്റെ വാതിലുകളെ തുറക്കട്ടെ ദൈവം. എല്ലാവർക്കും നന്ദി കരയിട്ടുന്നു. സ്തോത്രം. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കാമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ ഈ മുമ്പേ മാത്യു പാഷ പറഞ്ഞ പോലെ പല ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ഇവിടെ വന്ന് ശവടക്കിൻ്റെ സമയമാകുമ്പോൾ ഹൃദയം വല്ലാതെ വേദനിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം. അതിൻ്റെ നടുവിലും ആരുമില്ല എന്ന് തോന്നിയ സ്ഥാനത്തും ദൈവം അവരെ ജയത്തോടെ നടത്തി ഒരന്ത്യം നന്നാക്കി കൊടുക്കാൻ ദൈവം ഇടയാക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെ സന്തോഷം. ഞങ്ങൾ ഈ പ്രാവശ്യം തിരുവനന്തപുരത്ത് പോകുമ്പം വെഞ്ഞാറമൂട് കഴിഞ്ഞാന്നോ അതിനിപ്പുറത്തോ അതിന് മുമ്പ് അത് കഴിഞ്ഞാണ് തോന്നുന്നു പാഷ കിടക്കാറ്. ഞാനതുകൊണ്ടാണ് വിളിക്കാൻ. വഴി സൈഡിലേക്ക് ഇങ്ങനെ എല്ലാവരും കണ്ടില്ല, ഇങ്ങനെ ബ്രേക്ക് പിടിച്ചപ്പോൾ വണ്ടി മുന്നോട്ട് പോകുമ്പോൾ ആ വഴി സൈഡിൽ ഒരു ഈ മോടത്രയുണ്ട്, ഒരു മൊത്തം ചള്ള പിടിച്ച ഒരു ഡ്രസ്സ് പിടിച്ച് ആ സൈഡിലിരുന്ന് ഈ പുല്ലുണ്ടല്ലോ, കളന്നു വരുന്ന പുല്ല്, അത് ഒടിച്ച് അത് തിന്നുന്നു, പിന്നെ ഒടിച്ച് തിന്നുന്നു. അത് കണ്ടെൻ്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു. സ്തോത്രം. അങ്ങനത്തെ ഒരവസ്ഥ. അങ്ങനെ എത്രയോ ജനം ഈ ലോകത്തിലുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിലും അങ്ങനെയുള്ളവരെ കണ്ടെത്തി ആരുമില്ലാത്തവരെ തേടിച്ചെന്ന് അവർക്കൊരു അത്താണി അയക്കാൻ പ്രിയ ഭാഷ കൊടുത്ത മകൾ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ആർക്കും എല്ലാവർക്കും പണമില്ലെന്നല്ല, ഭാഷയെക്കാട്ടിലോ എല്ലാ മറ്റുള്ള കോടീശ്വരന്മാർ ഈ ലോകത്തിലുണ്ട്. ആർക്കും തോന്നാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ ഭാഷയെ സഹായിച്ചു. ഈ എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രമാണ് പ്രതിസന്ധി ഉള്ളത്, ഇല്ലാത്തവർക്ക് ഒരു കുഴപ്പമില്ല. അതോർത്ത് അന്നേരം ഞാൻ ഓർക്കുകയാണ്, എന്ത് ചെയ്താലും അതിനൊരു പ്രതിഫലമാണ്. നാം ചെയ്യുന്നതിന് പ്രതിഫലം ദൈവം തന്നിരിക്കും. തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ അത് വെളിപ്പെടും. അതിന്റെ നന്മ നാം പ്രാപിച്ചിരിക്കും. അത് ഈ തലമുറ അത് അനുഭവിക്കും. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞത്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിച്ചിരിക്കും. ഈ ചെറിയ ഒരുത്തന്നെ ചെയ്യുന്നത് എനിക്ക് ചെയ്യുന്നു എന്നാ. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം മാനിക്കട്ടെ. ഇത് എത്രയും വർദ്ധിക്കാമോ അത്രയും വളർന്ന് പന്തലിക്കട്ടെ. അനേകര് ഈ കൊടിക്കീഴിൽ വന്ന അഭയം പ്രാപിപ്പാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ, ആശ്വാസം കണ്ടെത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും ഈ സമയത്ത് എൻ്റെ കുടുംബത്തിൻ്റെ, പ്രത്യേകിച്ച് ഭാഷ കുടുംബത്തെ അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല അവസരങ്ങളെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് മാതാപിതാക്കളോടൊക്കെ ഒരുമിച്ച് ഇവിടെ ഈ സ്നേഹത്തണലിൽ അവർക്കൊരാശ്വാസമായി ഇവര് പാസ്റ്ററുകൾ സ്തോത്രം ദൈവം കൊടുത്തിരിക്കുന്ന ആ കാഴ്ചപ്പാടിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ധാരാളമായി ഒത്തിരി മാതാപിതാക്കളെയും ഇതുപോലെ കഷ്ടമനുഭവിക്കുന്നവർക്കൊക്കെ അനേകർക്കൊരു ആശ്വാസമായി, നല്ലൊരു അപ്പനായി, നല്ലൊരു അമ്മയായി, നമ്മളെല്ലാവരും ഇവരുടെ സഹോദരങ്ങളാണ്. സ്തോത്രം. ആരും വിഷമിക്കേണ്ട. ഇവിടെ ഇങ്ങനൊരു നമുക്കൊരു പാസ്റ്ററുകളെ ദൈവം നമുക്ക് തന്നതോർത്ത് എല്ലാ ദൈവമക്കളും നന്ദി പറയണം. ഒരു ദിവസം പോലും മറക്കരുത്, പ്രാർത്ഥിക്കണം. ഏറ്റവും അനുഗ്രഹമായ രീതിയിൽ ഈ ദേശത്ത് അറിയപ്പെട്ട ഒരു ചർച്ചയായി തീരുവാനും, അനേകരെ വിടിവിക്കപ്പെടുവാനും, അനേകർ മാനസാന്തരപ്പെടുവാനും, അനേക രോഗികൾ സൗഖ്യമാകുവാനൊക്കെ ഇടയാക്കി തീരട്ടെ. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. ഞങ്ങൾക്കും ഇവിടെ ഈ സംഘടനയോടായിരിക്കാനൊക്കെ ദൈവം തന്നതോർത്തും ദൈവത്തെ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഒരു സാക്ഷി, ഞാൻ കുറച്ച് സാക്ഷി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു മാനസിക രോഗിയായിരുന്നു. ഞാൻ 8 ഗുളികയായിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഉറക്കമില്ലാതെ എൻ്റെ അപ്പനോ അമ്മയോ ആരെങ്കിലും ഒരു ആശ്രയം വേണമായിരുന്നു. എന്നാൽ ഞാൻ പറയട്ടെ ദൈവമക്കളെ, എനിക്കിപ്പോൾ ഒരു ഗുളിക പോലും എനിക്ക് വേണ്ട. എൻ്റെ കർത്താവ് എനിക്ക് സ്തോത്രം. ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ഇതുപോലെ ഒരു സ്നേഹത്തണലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഞാൻ പോയി താമസിച്ചോളാം എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. എന്നാൽ സ്തോത്രം ചെയ്യുന്നു, എൻ്റെ ദൈവമായ കർത്താവ് അത്ഭുതകരമായ അതിശയമായ ദൈവം നടത്തിയ ദൈവം. നിങ്ങൾക്ക് ഗുളിക കഴിച്ചാലും ഒന്നും സാരമില്ല, എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. നല്ലൊരു ചർച്ചിലാണ്, നമുക്ക് നല്ലൊരു ആരാധനയുടെ കൂട്ടത്തിലാണ് ഇവിടെ ആയിരിക്കുന്നത്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം. ദൈവമേ, ഗുളികയിൽ നിന്നൊക്കെ എന്നെ വിടിവിപ്പാൻ ദൈവം ഇടയാക്കണേന്ന്. എൻ്റെ ദൈവം എന്നെ വിടിവെച്ച ദൈവം നിങ്ങളെ വിടിവിപ്പാൻ ശക്തനാണ്. സ്തോത്രം. അല്ലേ ദൈവമക്കൾ, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം, ഞങ്ങൾ സഭയോർത്ത് പ്രാർത്ഥിക്കണം. ഒരു പ്രാവശ്യം കൂടെ പാസ്റ്റർ കുടുംബം നന്ദി പറഞ്ഞുകൊണ്ട്
മനോഹരമായ നിമിഷത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ 1-2 പേരൂടെ വരാനുണ്ട്, അതിനാണ് അല്പസമയം ഒന്ന് നീട്ടുന്നത്. ഞാൻ ഓരോന്ന് കഴിയുമ്പോഴത്തേക്ക് ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളോട് സംസാരിക്കും. നമ്മൾ ഏകദേശം ഒരു 5 വർഷം എടുക്കുന്നു നമ്മുടെ സ്നേഹത്തണൽ ഇവിടെ ആരംഭിച്ചിട്ട്. ആ സമയം മുതൽ, സ്നേഹത്തണൽ ആരംഭിച്ച സമയം മുതൽ നമ്മുടെ കൂടെ ഉള്ള ഒത്തിരി ആളുകളുണ്ട്. നമ്മുടെ പല സഹോദരങ്ങളും ഇവിടെ പ്രാരംഭ നിമിഷത്തിൽ നമ്മുടെ കൂടെ ഉണ്ട്. ആദ്യത്തെ ഇനാഗുറേഷൻ ഇവിടെയുള്ള നിരവധി ആളുകളുണ്ട്. നിങ്ങളെല്ലാവരെയും ഓർക്കുകയാണ്. എൻ്റെ മനസ്സിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഇതുപോലുള്ള അമ്മമാർ, ഇതുപോലുള്ള അപ്പന്മാർ, ഇതുപോലുള്ള കുഞ്ഞുങ്ങൾ. ഇതെല്ലാം എൻ്റെ മനസ്സിൻ്റെ സ്വപ്നമാണ്. എൻ്റെ സ്വപ്നം പൂർണ്ണമായിട്ട് യാഥാർത്ഥ്യമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ യാഥാർത്ഥ്യമായിട്ടില്ല. അച്ഛൻ പറഞ്ഞ പോലെ എൻ്റെ മനസ്സ് വലിയ സ്വപ്നമാണ്. ഞാൻ ഒരു 3 വർഷത്തോളം ഗാന്ധി ഭവന് സ്പോൺസർ ചെയ്തയാളാണ്. നമുക്ക് ഒരു വീട്ടിൽ 2 പേരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഭയങ്കര പ്രയാസമാണ്. ഗാന്ധി ഭവനിൽ ഞാൻ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ അത് 1996-97 കാലഘട്ടത്തിൽ ഞാൻ ഗാന്ധി ഭവനിൽ ചെല്ലുമ്പോൾ ആ സമയത്ത് അവിടുത്തെ കുട്ടികൾക്കെല്ലാം സ്പോൺസർ ചെയ്ത് ഞാനാണ്. അവിടെ എൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെനിക്കൊരു സ്വപ്നമാണ്. അങ്ങനെ ഞാൻ അവിടെ ചെന്നാണ്. അദ്ദേഹം എന്നോട് ആ സമയത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പാസ്റ്ററെ ചെല്ലുമ്പോൾ ഇവർ ഞങ്ങളെക്കുറിച്ച് കുറ്റമൊക്കെ പറയും, പാസ്റ്റർ ഒന്നും തോന്നല്, അവർ കുറ്റമൊക്കെ പറയും. അപ്പം ഞാൻ കൃത്യമായിട്ട് അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഒരു അമ്മച്ചി എന്നെ വിളിച്ച് ഭാഗത്തോട്ട് കൊണ്ടുപോയി. എന്നിട്ട് എന്നോട് പറഞ്ഞു, അങ്ങേര് ഭയങ്കര കള്ളനാ, അങ്ങേരുടെ കോടികളുണ്ട്, നമുക്കൊരു ഇൻസ്ട്രക്ഷൻ തന്നിട്ടാണ് വിട്ടേക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയും എന്ന് ഇൻസ്ട്രക്ഷൻ തന്നിട്ടാണ് വിട്ടേക്കുന്നത്. ശരി, ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചിക്ക് എന്നാ ഉണ്ട്? അപ്പം അമ്മച്ചി പറഞ്ഞു, എനിക്കാരുമില്ല, എനിക്കൊരു മോനുണ്ട്, അവൻ്റെ ഭാര്യയും കൂടെ എന്നെ വീട്ടിൽ കയറ്റിയല്ല, അവൻ നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് അവനെക്കുറിച്ച് കുറേ കമൻസൊക്കെ അമ്മച്ചി പറഞ്ഞു. അത് നമുക്ക് എല്ലാവരെയും 100% സംതൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. നമ്മൾ ഒരാളെ സംതൃപ്തിപ്പെടുത്തുമ്പോൾ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്ന് വെച്ചാൽ ഒരു 3 സ്ത്രീകളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഭയങ്കര പ്രയാസമാണ്. പുരുഷന്മാരെ പിന്നെ അവർ അടിയും വഴക്കമൊക്കെ ഉണ്ടാക്കുമെന്നേ ഉള്ളൂ, അവരെ നമ്മളൊന്ന് പറഞ്ഞാൽ നമുക്ക് സെറ്റിൽ ചെയ്യാം. പക്ഷെ സ്ത്രീകളെ അങ്ങനെയല്ല. അന്നമ്മച്ചിക്ക് ചിന്നമ്മച്ചി ഇഷ്ടപ്പെടത്തില്ല, ചിന്നമ്മച്ചിക്ക് മറിയാമ്മച്ചി ഇഷ്ടപ്പെടത്തില്ല, മറിയാമ്മച്ചിക്ക് മറ്റൊരാളെ ഇഷ്ടപ്പെടത്തില്ല. ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ടാസ്ക്. അത് വലിയ ടാസ്ക്കാണ്. നമുക്ക് പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് പറയാം, നിങ്ങൾ ഓർക്കണം, 45 ആളുകൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, 45 ആളുകൾക്ക് രാവിലെ ചായ കൊടുക്കണം, 45 ആളുകൾക്ക് ഉച്ചക്കത്തെ ലഞ്ച് കൊടുക്കണം, അവർക്ക് ഡ്രസ്സ് കൊടുക്കണം, അവരുടെ എല്ലാ കാര്യം, അവർക്ക് ടാബ്ലറ്റ്, വയ്യാത്ത ആളുകളാണ്, അവർക്ക് ടാബ്ലറ്റ് കൊടുക്കണം. അതിന് 1-2 സ്റ്റാഫ്, 1-10 സ്റ്റാഫിനെ കൊണ്ട് പറ്റുകയില്ല. അത് നിങ്ങൾ കാണുമ്പോൾ ഓക്കെ, ഒരാൾക്ക് വയ്യാതായിട്ട് ഒരാളെ കൊണ്ടുവരുമ്പോഴാണ് അടുത്ത ആളിനെ ആശുപത്രി കൊണ്ടുപോകേണ്ടത്. ഇതിനെല്ലാം ഉള്ള ഫെസിലിറ്റി നമുക്കുണ്ടാവണം, ആംബുലൻസ് നമുക്കുണ്ടാവണം, ഒത്തിരി. പിന്നെ പാസ്റ്ററിലൂടെ പറഞ്ഞു, നമ്മൾ ഒരാളെ അടക്കുന്നതിന് മുമ്പ് അവിടെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് പോലീസ് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നിട്ട് നേരെ നമ്മൾ പോകുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. എന്തിനാ? അതിപ്പോൾ ആര് മരിച്ചാലും, അത് മക്കളുള്ള ആൾ മരിച്ചാലും മക്കളില്ലാത്ത ആൾ മരിച്ചാലും അവിടെ പോലീസിൻ്റെ റിപ്പോർട്ട് വേണം, അവിടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കണം. അപ്പം നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും അങ്ങോട്ട് ചെന്നിട്ട് ഉടനെ ഇൻക്വസ്റ്റിങ് വരത്തൊന്നുമില്ല, അവരെ കൊണ്ടുവരണം, ഇൻക്വസ്റ്റിന് വേണ്ടി അവരെ കൊണ്ടുവരണം, ജില്ലാ കളക്ടറേറ്റിൽ പോകണം. അപ്പോൾ ഇവിടെ ഒരാൾ വരുന്നു, ഇപ്പം പുതുതായിട്ടൊരു അഡ്മിഷൻ എടുത്തു, ഈ അഡ്മിഷൻ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാണ്. ഈ അഡ്മിഷൻ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, ഇദ്ദേഹത്തിൻ്റെ കൺസേൺ പോലീസ് സ്റ്റേഷനിൽ ഈ അഡ്മിഷൻ പോകും, ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള മുഴുവൻ റിപ്പോർട്ടും പോലീസ് സ്റ്റേഷൻ നമ്മളോട് പറയും. ഇന്നയാളാണ്, ഇന്നതാണ്, ഇന്ന കാര്യമാണ്. ഇവിടെ ആരെ കൊണ്ടുവരുന്ന സമയത്തും അത് ഈ പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് അറിയില്ല. അപ്പം ഇവിടെ ഈ അമ്മച്ചി ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്നാൽ അമ്മച്ചിയുടെ മുഴുവൻ ഡീറ്റെയിലും ഉടനെ പോലീസ് സ്റ്റേഷനിൽ പോകും, അമ്മച്ചിയുടെ കൺസേൺ പോലീസ് സ്റ്റേഷനിൽ ഈ കാര്യങ്ങൾ പോകും. ഇത് പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അത്രയും ബോധ്യമില്ല. പോലീസ് സ്റ്റേഷനിൽ നേരെ പോകുന്നു, പോലീസുകാർ നമ്മളോട് പറയും, ഇന്നയാളാണ് അമ്മച്ചി ഇത്ര പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്, പാസ് ഇന്ന കാര്യം ചെയ്യണം, ഇന്നതാണ് അമ്മച്ചിയെക്കുറിച്ച് ചെയ്യേണ്ടത്, ഇന്ന കാര്യങ്ങൾ. അവിടെ പോലീസിൽ നിന്ന് ഒരു നീണ്ട റിപ്പോർട്ട് നമുക്ക് കിട്ടും. നമ്മൾ അങ്ങനെ ഇനി അതിൻ്റെ ഇടയ്ക്ക് കാര്യം പറയുക, ഇതിൻ്റെ ഇടവഴിയിൽ വെച്ച് ഒരു 3 ദിവസത്തേക്ക് പോലീസുകാർ ഇവിടെ ഉണ്ടായിരുന്നു, മഫ്തിയിൽ പോലീസുകാർ ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് NSS, എൻ്റെ സംഘടന, അതുപോലെ സ്കൗട്ട്, അങ്ങനെയുള്ള സംഘടനകൾ നമ്മളോട് ആവശ്യപ്പെടും. അവർക്ക് ചില ദിവസങ്ങൾ നമ്മളോട് സ്പെൻഡ് ചെയ്യണം, അവർക്ക് നമ്മുടെ സ്ഥാപനം കാണണം. അതിന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യും, നമ്മളതിനെ അനുവദിക്കും. അവരിവിടുത്തെ ഏതെങ്കിലും റൂമിൽ കഴിയും, അല്ലെങ്കിൽ ഇവിടെ അടുത്ത് വീടെടുക്കും, അവിടെ അവർ താമസിക്കും. എന്നിട്ട് 3 ദിവസം, ഒരു പക്ഷേ നമുക്കറിയില്ല, ഇവരെ
ഒത്തിരി ഉയർന്ന അധികാരികളായിരിക്കും. അവർ നമ്മുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയുന്നതൊക്കെ ഇവിടെ ഹെൽത്തി ആളുകൾ വന്നപ്പോൾ ഇവിടുത്തെ ആളുകൾ പറഞ്ഞുകൊണ്ടാണ് അവർ നിർബന്ധമായിട്ട് ഞങ്ങൾക്കൊരു ചാർട്ട് എഴുതി തന്നു. ഉപ്പ് കൊടുക്കരുത്, പഞ്ചസാര കൊടുക്കരുത്, പിന്നെന്തൊക്കെയാണ് എരി കൊടുക്കരുത്, പുളി കൊടുക്കരുത്. അവർ നിർബന്ധമായിട്ട്. അത് കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇവർ പറഞ്ഞു ഇപ്പോൾ കരുതിനേക്കാൾ ഉപ്പ് തരണം. ഇവർ നിങ്ങൾ ഒരാളെ അല്ല കാണുന്നേ, 1000 മനുഷ്യരെ കാണുന്നവരാ. നിങ്ങൾ എന്നാ കുറ്റം പറഞ്ഞാലും ഇവർക്ക് കാര്യം അറിയാം. അവരെന്നെ വിളിച്ച് പറഞ്ഞു, പാസ്റ്ററെ അടിയന്തരമായിട്ട് ഉപ്പ് കുറച്ചേക്കണം, അടിയന്തരമായിട്ട് പഞ്ചസാര കുറച്ചേക്കണം, അടിയന്തരമായിട്ട് ഈ എരിയും പുളിയും ഉള്ളത് കുറച്ചേക്കണം, അടിയന്തരമായിട്ട് ചെയ്തേക്കണം. അവർ നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്കറിയില്ല, ഈ വന്ന് നിൽക്കുന്ന അധികാരിയാണ്, ഇവരുടെ റെക്കോർഡുണ്ട്. ഇവർ വെച്ചോണ്ട് വരുന്ന അവിടെ കയ്യിലിരിക്കുന്ന ആ പേനയ്ക്കകത്ത് നിങ്ങളുടെ മുഖവും നിങ്ങൾ പറഞ്ഞതെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ പറഞ്ഞതൊക്കെ അവർ നമ്മളോട് അതുപോലെ വിശ്ലേഷിച്ച് ഓക്കെ. അതുകൊണ്ട് നമുക്ക് സങ്കടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സങ്കടവും ഇല്ല. നിങ്ങൾ ഇതും കേട്ടിട്ട് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നതാണ് ദൈവസ്നേഹം. എന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ അമ്മ ചിലപ്പോൾ അങ്ങനെ അമ്മയ്ക്ക് സങ്കടം ഉണ്ടെങ്കിൽ പറഞ്ഞേക്കാം. എൻ്റെ അമ്മ പറയുമോ എന്ന് അറിയത്തില്ല, അമ്മ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുമില്ല. അപ്പം അത് ഞങ്ങളുടെ പ്രത്യേകിച്ചൊരു ചിട്ടയാണ്. ഞാൻ വളർന്നു വന്നത് അങ്ങനെ ഒരു ചിന്തയിലാണ്. കാര്യം എൻ്റെ അപ്പന് എന്നാ കുഴപ്പമുണ്ടെങ്കിലും എൻ്റെ അമ്മ അമ്മ മനസ്സിൽ പറയുമായിരിക്കും, ദൈവത്തോട് പറയുമായിരിക്കും. അങ്ങനല്ലാതെ മൂന്നാമരോട് പറയത്തില്ല. അല്ലയോ? അതാണ് ജീവിതം. അങ്ങനെ അല്ലയോ? അങ്ങനെയാണ് ജീവിതം. രാഴ്ചാന് വല്ല കുഴപ്പമുണ്ട് ഭാര്യ നാട്ടുകാട് പറയില്ല. പറയോ? ഇല്ല. അത് ചിലപ്പോൾ എന്നോട് വന്ന് പറയും. സുരേഷ് പാസ്റ്ററോട് പോലും പറയത്തില്ല, എന്നോട് പറയും. അതെന്താണ്? ഞാൻ പ്രാർത്ഥിക്കും. അത് ചത്താലല്ലാതെ ഞാൻ പുറത്ത് പറയത്തില്ല. ഞാൻ ബാക്കി രാജാന്റെ നല്ല കാര്യം പറയും, പക്ഷെ ഇങ്ങനെയുള്ള കാര്യമൊന്നും പറയത്തില്ല. അത് ചിരിക്കാൻ വേണ്ടി ഞാൻ തമാശയൊക്കെ പറയും. പക്ഷേ എൻ്റെ ഉള്ളിൽ നിങ്ങൾക്കറിയാം, ഇന്നലെ സിനിമാ ഫീൽഡിൽ നിന്ന് ഒരു പെൺകുട്ടി എന്നെ കാണാം. അവൾ സൂയിസൈഡ് ചെയ്യാനുള്ള എല്ലാ സാധനവും വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടാണ് വന്നേ, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി. അവൾ ഇന്ന് നാളത്തെ പത്രത്തിലൊരു വാർത്ത വന്നേനെയും ഇത്ര വയസ്സുള്ള പെൺകുട്ടി ആത്മഹത്യ എന്ന് പറഞ്ഞു. അവൾ ആത്മഹത്യക്ക് വേണ്ടിയുള്ള ഒരു കുറിപ്പൊക്കെ തയ്യാറാണ്. വിവാഹിതയാണ് പെൺകുട്ടി. അവളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു, കല്യാണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാ. അവൾ വിവാഹം കഴിക്കുന്നില്ല. ഒരു കുടുക്കി പോയി ചാടിയതാ, രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അവൾ പല സ്ഥലത്തും ചെന്നു. അവിടുത്തെ പാസ്റ്റർമാരും കൗൺസിലേഴ്സും എല്ലാം പറ്റുന്ന പണിയെല്ലാം ചെയ്തു. അങ്ങനെ ഒരു ഉസ്താദിനെ കണ്ടപ്പം ഉസ്താദാ പറഞ്ഞേ, ഒരു പാസ്റ്ററുണ്ട്, അങ്ങേരെ ഒരിക്കലും നിങ്ങളെ ചതിക്കത്തില്ല, നിങ്ങൾ അവിടെ ചെന്നോ, കൂടെ നിൽക്കൂ അങ്ങേരെ. ദൈവത്തിൻ്റെ കൃപയാൽ ഇന്നലെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തു. കുറച്ച് റിസ്ക് എടുത്തു, ഞാൻ കുറേ കാര്യങ്ങൾ എടുത്തു. അദ്ദേഹം എന്നെ ഭീഷണിപ്പെടുത്തി, എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് സിനിമാക്കാരെ അറിയാമോ, നിങ്ങളെ ഞങ്ങൾ വെട്ടിക്കൊല്ലും. ഞാൻ പറഞ്ഞു, എന്നാ ചെയ്താലും ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകും. ഇന്ന് കാര്യങ്ങൾ പിൻവലിക്കണം. ഇന്ന് രാവിലെ പെൺകുട്ടിയെ വിളിച്ച് ക്ഷമ ചോദിച്ചു. അവിടെ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും. നേരെ ഒരു ഹൈ റിസ്ക് ആണ്. നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ടാണ് തോന്നി. ഞാൻ തമിഴ്നാട് DGP വിളിച്ച്, അദ്ദേഹം എൻ്റെ സ്നേഹിതനാണ്, അദ്ദേഹത്തെ വിളിച്ച് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് വേണ്ടി ഒറ്റ ഉപകാരം ചെയ്യണം. കഴിഞ്ഞ ട്രിവാൻഡ്രത്തെ മീറ്റിങ്ങിന് ഏറ്റവും ആദ്യം വന്നത് എന്നെ കാണാൻ ട്രിവാൻഡ്രത്തെ IG-യുടെ ഓഫീസിൽ നിന്ന് DYSP വന്നേ. ഇവിടെ നിന്ന് ആളുകൾക്ക് ആർക്കും മനസ്സിലായില്ല. DYSP എൻ്റെ അടുത്ത് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ നിങ്ങൾക്കറിയാമോ, അത്രയും ഉന്നതമായിട്ടുള്ള ആളുകൾ നമ്മുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്നു. നമുക്കറിയില്ല, ഞങ്ങൾ ബിസിനസ് ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും കൂടെ നമ്മൾ എവിടെ പോയ എറണാകുളത്ത് ഏതാ അത് എന്തോന്റെ ഓഫീസാ? നേവിയുടെ, അതായത് ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും വലിയ നേവിയുടെ ഓഫീസ്. അദ്ദേഹത്തെ അവിടുത്തെ ആളുകളൊക്കെ സല്യൂട്ട് ചെയ്യുന്ന നമ്മുടെ അടുത്ത് ബിസിനസ് പുള്ളിയെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിച്ച പഞ്ചപുച്ഛമടക്കി ആ മനുഷ്യരിക്കുക. ആ സ്ഥലത്തൊന്നും നമുക്ക് കയറാൻ പറ്റത്തില്ല. എത്ര ചെക്കിങ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അതിനകത്ത് കയറിയെന്നറിയോ? ബിസിനസ് ഇപ്പൊ അങ്ങനെ കാണുമ്പോൾ ആദ്യം കെട്ടിവിടും. അത്ര ഉയർന്ന ആളുകൾ. ഫിലിപ്പച്ച, ഇതൊക്കെ കാണുമ്പോ ദൈവത്തിന്റെ സ്നേഹം, എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന, അത് ദൈവത്തിന്റെ സ്നേഹമാണ്. ഞാൻ ആ DYSP വന്ന് എന്നെ തൊഴുതു നിൽക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ എത്ര വലിയ സ്നേഹ, കർത്താവിന്റെ കരുതൽ എത്ര ഭയങ്കര. ഒരു അസിസ്റ്റന്റ് കളക്ടറും ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ. അപ്പം നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും, ഈ മഫ്തിയിൽ വന്നിരിക്കുന്ന ആളുകൾ പലരും പോലീസുകാരോ അങ്ങനെയൊക്കെയുള്ള ആളുകളാ. അങ്ങനെയുള്ള ആളുകൾ ഈ കളക്ടറിന് അകമ്പടി സേവിക്കാൻ. പ്രിയരെ, നമ്മളെ സ്നേഹിച്ചൊരു ദൈവമുണ്ട്. ഒരു ഒറ്റ കാര്യം കൂടെ ഞാൻ പറയുക. ഞാനിത് പ്രവർത്തിക്കാൻ ഇതിനു വേണ്ടിയുള്ള കൺസേൺ പേപ്പറൊക്കെ തയ്യാറാക്കി. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഇത് വളരെ പെട്ടെന്ന് ചെയ്യുന്ന കാര്യം അല്ല. അതിനൊത്തിരി അധ്വാനമുണ്ട്.
പൊളിക്കാൻ എളുപ്പമാണ്, പണിയാൻ ഭയങ്കര പ്രയാസമാണ്. ഞങ്ങൾ ഒപ്പിട്ടത് തന്നെ, ഞാനും ശാലും കൂടെ ഒപ്പിട്ടത് തന്നെ ഒരു രാത്രി മുഴുവൻ ഇരുന്ന ഒപ്പിട്ടെ. അത്രയും ഫയലുണ്ട്, അത്രയും ഫയൽ നമുക്ക് ഗവൺമെൻറ് സമർപ്പിക്കാൻ അത്രയും ഫയലുണ്ട്. ഞങ്ങൾ ഒരു രാത്രി മുഴുവൻ ഇരുന്ന് ഞാനും ശാലും അതിൻ്റെ കൺസേൺ ആയിട്ടുള്ള ആളുകളും ഒരുമിച്ച് ഒരു രാത്രി, എനിക്കൊന്ന് വെളുപ്പിനെ 6 മണിക്കാണ് സൈൻ ചെയ്ത് ഞങ്ങൾ തീരുന്നത്. ഇതെല്ലാം അപ്രൂവ് ആയിട്ട് ഇതിന് അപ്രൂവൽ എടുക്കണം, ഇത് കേന്ദ്ര ഗവൺമെൻറ് അപ്രൂവൽ വേണം, ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കൊണ്ടുവരണം. ഇതിനെ തകർക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഇറച്ചി എടുത്തുകൊണ്ട് പോകുന്നു. എൻ്റെ ലൈഫിൽ എനിക്ക് കഴിക്കാനായിട്ട് ഒന്നിനോട് ഒരു പ്രീതിയുള്ള ആളല്ല. നിങ്ങൾക്കറിയാം, ഞാൻ ഇതുവരെ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ എൻ്റെ ഓട്ടം എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതുവരെ ഞാനൊന്നും കഴിച്ചിട്ടില്ല. എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ദൈവത്തിന് ചെയ്യണം എന്ന് വിചാരിക്കുന്ന നിങ്ങൾ മനസ്സിൽ ഒരു കാര്യം കൃത്യമായിട്ട് വിചാരിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചോളുക, 40 ആളുകൾ നിങ്ങളുടെ വീട്ടിൽ ഒരു ദിവസത്തേക്കുള്ള ചെലവ് എത്രയാണെന്ന് വിചാരിക്കുക. അങ്ങനെ 4 പേർക്ക് കഴിക്കാൻ ഒരു ദിവസം എത്ര വേണം? ഇൻറ്റു 40 കൂട്ടിക്കൊള്ളുക. ഇത്രയും ആള് 30 ദിവസം കഴിക്കണം. ഒരു ദിവസമല്ല, 30 ദിവസം. നിങ്ങൾക്ക് 4 പേർക്ക് വേണ്ടി എത്ര പാല് വേണം എന്ന് നിങ്ങൾ ചിന്തിക്കുക. 40 പേർക്ക് വേണ്ടി എത്ര പാല് വേണം എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചില ആളുകൾ, കഴിഞ്ഞ ദിവസം ഞാനൊരു മനുഷ്യൻ ഒരാളെ വിളിക്കുന്നത് കേട്ട് എൻ്റെ കയ്യിൽ ആ റെക്കോർഡൊക്കെ ഉണ്ട്. നമ്മുടെ സഭയിൽ ഉണ്ടായിരുന്നു, ഇപ്പം ഇന്ത്യ ബന്ധക്കോ സഭയിലേക്ക് ചിറ്റാറിയിൽ നിന്ന് മാറിയ ഒരാളുടെ കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് നിങ്ങളോട് പറയാം. അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ വിദ്യാദീപം നടത്താൻ അങ്ങേർക്ക് കോടികളാണ് കിട്ടിയേ. വിദ്യാദീപം നടത്താൻ കിട്ടിയത് 75,000 80 കണക്കുള്ള ആളും കൺസേൺ പേഴ്സണും ഉണ്ട്. ഇത്ര രൂപയാണ് കിട്ടിയേ, ലക്ഷങ്ങളാണ്. ഞാൻ എൻ്റെ കൂടെ അന്ന് വന്ന ജോസഫ് ഉണ്ട്. ഞാൻ അതിൻ്റെ വില ചോദിച്ചിട്ട് ഞാൻ ജോസഫിനോട് പറഞ്ഞു, ജോസഫേ എന്തുവാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എന്തേലും ഒന്ന് കുറച്ചാലോ? അപ്പം ഞാനവിടെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഒന്നും കുറയ്ക്കല്ലേ, ഞാൻ നിന്നെ കരുതും. ആ സമയത്ത് എന്നെ ഫെഡറൽ ബാങ്കിൽ നിന്ന് മാനേജർ വിളിക്കുന്ന, പാസ്റ്ററെ ഒരു ലോൺ കിടപ്പുണ്ട്, പേഴ്സണൽ ലോൺ 5 ലക്ഷം രൂപയുടെ. ഞാൻ പറഞ്ഞു, സാറേ അങ്ങനെ അന്ന് എനിക്ക് പെട്ടെന്ന് ഫോർവേഡ് ചെയ്യണം, ഇന്ന് തന്നെ കിട്ടിയാൽ എനിക്ക് കാര്യം ചെയ്യാം. ഒന്നുമില്ല പാസ്റ്ററെ, എൻ്റെ റിസ്ക് ഞാൻ എന്ത് ചെയ്യും? പ്രിയരെ, അങ്ങനെ പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ ദൈവം നടത്തുന്നു. നമ്മൾ ഏകദേശം ഒരു 4.25 കോടി രൂപയുടെ വസ്തു നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ചർച്ചിന് വേണ്ടി, ചർച്ച് പണിയാൻ. അതിന് സഭയെന്ന് ഇത്ര പണമാണ് കിട്ടിയ പണത്തിന് കണക്കുമെല്ലാം അച്ഛൻ ഇത്ര പൈസയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ നടന്നു. അപ്പം നിങ്ങൾ വിചാരിക്കുക, നടന്നത് തിരിച്ചടയ്ക്കണം. ഇത് ബാങ്കിൽ നിന്ന് എടുക്കുന്ന തിരിച്ചടയ്ക്കണം. ഇതെൻ്റെ സ്വപ്നമാണ്. എൻ്റെ സ്വപ്നം ഇവിടെ കൊണ്ട് തീരുകയല്ല, എൻ്റെ ആഗ്രഹം 1000. ഇതിനകത്ത് വഴക്കുണ്ടാക്കുന്ന അമ്മച്ചിമാരുണ്ട്. ശരിക്കും പറയുക, നമ്മുടെ കൃത്യമായിട്ടുള്ള കൺസേൺ ആളുകൾ വന്നിട്ടില്ല, വഴക്ക് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ എനിക്ക് അമ്മ എന്നോട് ചോദിക്കും, എന്തിനാടാ ഈ ചിരിച്ചുകൊണ്ട് ഇതെല്ലാം കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്തിനാ? ഇത് യേശുവിൻ്റെ സ്നേഹമാണ്, അതുകൊണ്ട് മാത്രമാണ്. ഇവർ പരാതി പറയും. ഒരു സമയത്ത് അവരുടെ പരാതിയായിരുന്നു, റജി ബ്രദറിനെ വേണ്ട, റജി ബ്രദറിനെ എല്ലാവരും കൂടെ സമരമായിരുന്നു, റജിയെ മാറ്റണം എന്ന് പറഞ്ഞ് കൊടി പിടിച്ചുകൊണ്ട് നിൽക്കുക. ഇതെല്ലാം കേൾക്കുന്നയാൾ ഞാൻ എവിടെയെങ്കിലും പോയിട്ട്, ഞാൻ ഖത്തറിൽ നിന്ന് പോയിട്ട് തിരിച്ചു വന്ന് ഇവർക്കെല്ലാം ഡ്രസ്സും എടുത്തുകൊണ്ട് എനിക്ക് വേണ്ടി ബിസ്ക്കറ്റ് വാങ്ങിച്ചില്ല, ഇവർക്ക് വേണ്ടി ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ച് എല്ലാം വാങ്ങിച്ച് സെറ്റ് ചെയ്ത് വരുമ്പോൾ ഇവിടെ വലിയ കോലാഹലം നടക്കുക. ഞാൻ എല്ലാവരെയും വിളിച്ചിരുത്തി സ്നേഹത്തോടെ മിണ്ടി എല്ലാവരുടെയും കാര്യം പറഞ്ഞു. അപ്പം ഞാൻ മിണ്ടിയപ്പോൾ എല്ലാവരും നടത്തും, കുഴപ്പമൊന്നുമില്ല, ഞാൻ എല്ലാവരെയും ആശ്വസിപ്പിച്ച് സ്നേഹത്തോടെ തിരിച്ചു പോയി. എന്ന് വെച്ചാൽ എൻ്റെ ഒരു ആഗ്രഹം, എനിക്ക് ആളുകളോട് ദേഷ്യപ്പെടാൻ ഇഷ്ടമില്ല. എത്ര സ്നേഹത്തോടെ സംസാരിക്കാൻ പറ്റും, പ്രത്യേകിച്ച് പ്രായമുള്ള ഒരാളോട് മാക്സിമം ഞാൻ ദേഷ്യപ്പെടത്തില്ല. അത് കാര്യം എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ശീല. ഞാൻ എൻ്റെ മാതാപിതാക്കൾ ഇന്ന് വരെ അവരോട് ചോദിച്ചിട്ടില്ല, എന്നെ ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിച്ചിട്ടുണ്ടോ, എനിക്ക് പുസ്തകം വായിച്ചു. ഞാനൊരു 3 പുസ്തകം കൊണ്ടാണ് സ്കൂളിൽ പോകുന്നത്. 3 പുസ്തകമേ ഉള്ളൂ. വല്ലപ്പോഴും വീട്ടിൽ പുസ്തകം കൊണ്ടുവരും. അങ്ങനെയൊക്കെയാണ്. എന്നെ പഠിക്കാൻ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അവരെനിക്ക് തന്ന ഒരു ഏറ്റവും വലിയ കാര്യം, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, വിനയമുണ്ടാകാൻ പഠിപ്പിച്ചു, മുതിർന്നവരെ ആദരിക്കാൻ പഠിപ്പിച്ചു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഞാൻ ഏത് മുതിർന്നവർ വന്നാലും എഴുന്നേറ്റ് നിൽക്കും. എൻ്റെ വായിൽ നിന്ന് മുതിർന്നവർക്ക് നേരെ ഒരു വാക്കും വരില്ല. വരരുത്. ആര് പറഞ്ഞു? ബൈബിൾ പറഞ്ഞു. അതുകൊണ്ട് ബൈബിൾ അനുസരിക്കുകയാണ്. അപ്പം ഞാൻ അമ്മമാരോടൊക്കെ പറയാം, ഈ ഒരു അമ്മച്ചിയുണ്ട്, അമ്മച്ചി ഒരു 3 പ്രാവശ്യത്തെ പോക്ക് കഴിഞ്ഞിട്ട് വന്നയാളാ. അമ്മച്ചി ഓർക്കുക, മക്കളടുത്ത് ഒക്കുന്നില്ല, മക്കൾക്ക് നിൽക്കുക, അമ്മച്ചിയെ നിർത്തത്തില്ല മക്കൾ.
നിർത്തത്തില്ല, മക്കൾ നിർത്തുകയില്ല. ഈ ഒരു അമ്മയെ ഞങ്ങൾ സ്നേഹത്തോടെ പോറ്റുന്നതിന്റെ പിൻപിൽ ഒരു ദൈവസ്നേഹമുണ്ട്. ശരിക്കും അത് നിങ്ങൾ ചിലപ്പോൾ ചില ആളുകൾ കുറ്റം മാത്രമേ പറയാൻ പഠിച്ചിട്ടുള്ളൂ, അവരതേ പറയൂ. നിങ്ങൾക്ക് സങ്കടമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈ മോള് അവൾക്ക് ഹൈഡോസ് മരുന്നാണ് ഞങ്ങൾ കൊടുക്കണ്ടേ. കഴിഞ്ഞ ദിവസം എനിക്ക് മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ല. റജിവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ മരുന്ന് വേണം. ഞാൻ പറഞ്ഞു, റജിവർ അവിടെ ചെല്ല്, കടം കിട്ടുമോ? അപ്പം ഞാൻ ചോദിച്ചു, അവരിവിടെ നമുക്ക് എഴുതി തന്നേക്കുന്നേ അവൾക്കുള്ള മരുന്നിനുള്ള പണം തരാവുന്ന. റജിവർ വിളിച്ചപ്പോൾ അവർ പറഞ്ഞേ, ഇങ്ങനൊരാൾ ഞങ്ങൾക്ക് ഇനിയും വിളിച്ചാൽ നിന്റെ പേര് കേസ് കൊടുക്കുമെന്ന്. നിങ്ങൾ കേട്ടോ, 4000 രൂപയുടെ മരുന്ന് നമുക്ക് വേണം ഒരു മാസത്തേക്ക്. അത്രയും കഴിഞ്ഞ ദിവസമൊക്കെ അവൾ വയലൻ്റ് ആയിരുന്നു, ഭയങ്കരമായിട്ട്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല അതിനെ ഞങ്ങൾ എങ്ങനെയാണ് അത് കൊണ്ടുപോകുന്നത് എന്ന കാര്യം. ഈ മകൻ നീ എഴുന്നേറ്റോ, ഇവനൊരു പാസ്റ്റർ മോനാ. ഇവൻ്റെ അപ്പൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് ഇവനെ തല്ല് കൊടുക്കണമെന്ന്. അവൻ്റെ കയ്യിൽ അത്ര ബുദ്ധിമുട്ടാണ്. അവനെ ഞാൻ തല്ലിയിട്ടുണ്ടോ? ഇല്ല, അവനെ ഞാൻ തല്ലിയിട്ടില്ല. സ്നേഹത്തോടെ, ഈ ചിരിക്കുന്ന മുഖത്തോടല്ല ഒരു വർത്താനവും ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല. അവനെ കൊണ്ടുവരാൻ ഇച്ചിരി പ്രയാസപ്പെട്ടു. അപ്പൻ അവനെ കൊണ്ടുവന്നപ്പം നമ്മുടെ ആളുകളുടെ കയ്യെ പിടിച്ചു പറഞ്ഞു, അവനെ തിരിച്ചിങ്ങോട്ട് വിടല്ല. അത്ര അടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പൻ, അത്ര അടി വാങ്ങിച്ചിട്ടുണ്ട് അമ്മ. ആ വീട്ടിൽ നീ പൊട്ടിക്കാൻ ഒരു സാധനവും ഇല്ല. ഇന്ന് അവൻ കഴിഞ്ഞ ദിവസം ഇവിടെ സ്കൗട്ടുകാർ വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞ വാക്കിങ്ങനെ, ഞാനിവിടെ സ്വർഗത്തിൽ വന്ന പോലെ. എനിക്ക് ഭയങ്കര, ഇവൻ ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കും, ഇംഗ്ലീഷ് വർത്താനം പറയും, മിടുമിടുക്കൻ, ഒരു സുന്ദരൻ ചെറുക്കൻ. എൻ്റെ ആഗ്രഹം അവൻ രക്ഷപ്പെട്ടു വരണം. ഇത് മാത്രമാണ് എൻ്റെ സ്വപ്നം. അതിനുവേണ്ടി മാത്രം. ചിലപ്പം ഞങ്ങളുടെ സ്റ്റാഫിൽ ആളുകൾ കർക്കശമായിട്ട് ഇടപെടും. സ്നേഹിതരെ, ആ കർക്കശമായിട്ട് ഇടപെടുന്നത് ഇവർ രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അവരുടെ അപ്പനൊക്കാഞ്ഞിട്ടാ ഞങ്ങളെ കൊണ്ട് തന്നെ, അമ്മയ്ക്ക് ഒക്കാഞ്ഞിട്ടാ കൊണ്ട് തന്നെ. ഞങ്ങൾ കൊണ്ടുപോകും, നിങ്ങൾ സഹകരിക്കണം. നിങ്ങൾ ഞങ്ങളുടെ സ്റ്റാഫിനോട് സഹകരിക്കണം. അവർ ഒത്തിരി, നിങ്ങൾ കുറച്ചു നേരം പോയിട്ട് ആ ചൂടത്ത് നിൽക്കണം. ഇത്രയും പേർക്ക് ആഹാരം ഉണ്ടാക്കാൻ ആ ചൂടത്ത് പോയി നിൽക്കണം. അവരനുഭവിക്കുന്ന ഒരു സങ്കടമുണ്ട്. നിങ്ങൾ ഇച്ചിരൂടെ സ്നേഹത്തോടെ പെരുമാറാൻ നിങ്ങളോട് ഓർപ്പിക്കുക. മോനെ, ദൈവം അനുഗ്രഹിക്കട്ടെ. പോയിരുന്നേ, ഞങ്ങളുടെ ഈ ചേട്ടൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കിട്ടിയ ചേട്ടനെ ഒത്തിരി സ്ഥലത്ത് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ ചേട്ടാ? എഴുന്നേറ്റ് നിൽക്കുമോ? നമ്മുടെ കാര്യം അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ കുറച്ച് പ്രയാസമാണ്. അദ്ദേഹത്തെ ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയതാ, പുതുതായിട്ട് കിട്ടിയ. നിങ്ങൾക്കറിയാമോ, അദ്ദേഹം ഒരു സ്ഥാപനത്തിൽ നിന്നിട്ടില്ല. നിന്ന സ്ഥാപനത്തിൽ അടി ഉണ്ടാക്കി ചീത്ത വിളിച്ച് കൊണ്ടുത്തരുമ്പോൾ എന്നോട് പറഞ്ഞു, പുള്ളി തെറി പറയും. തെറി ഇപ്പൊ പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഒരു വട്ടം പറഞ്ഞു, ഇപ്പം നിർത്തി, മാറി. നിങ്ങൾ വിചാരിക്കുക ഇവിടെ ഒരു സ്വഭാവ രൂപീകരണം, അതിന് ചിലപ്പോൾ അവർക്ക് ഒന്ന് ചൂടായി പറയേണ്ടി വരും. വേറെ ഓപ്ഷൻ ഇല്ല. നിങ്ങളുടെ സ്നേഹിതരും ഞങ്ങളൊരു സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്ന ആളുകളാണ്. ഇവിടെ നമുക്ക് വലിക്കാൻ പറ്റത്തില്ല, സമ്മതിക്കത്തില്ല, കുടിക്കാൻ സമ്മതിക്കത്തില്ല. യേശുവിനെ വിളിച്ചേ പറ്റൂ. നിങ്ങൾക്ക് വയ്യായോ, ഞങ്ങൾ എടുത്തോണ്ട് പോകും, എല്ലാം ചെയ്യും. പക്ഷേ വേറൊരാൾക്ക് ദോഷം വരുന്ന ഒരു കാര്യവും നമ്മൾ സമ്മതിക്കത്തില്ല. ഇല്ല, ഈ അമ്മമാരെല്ലാം എൻ്റെ അമ്മമാരെ പോലെ ഞാൻ അവരെ കാണുന്നത്. ഈ അപ്പന്മാരെ ഒക്കെ കാണുന്നത് എൻ്റെ അപ്പനെ കാണുന്ന പോലെ. ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ സെൽവൻ ഇവിടെ ഉണ്ട്. സെൽവനെ ഇങ്ങോട്ട് വന്നേ. സെൽവൻ എന്ത് കഴിച്ചാലും നിറയാത്ത ആളാണ്. എന്ത് കഴിച്ചാലും സെൽവന് നിറയത്തില്ല. അങ്ങനെ സെൽവനും ഉണ്ട്, വേറൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ എന്താ അറിഞ്ഞേ? മേളിന്ന് വന്നില്ലേ? അനുവിനും ഉണ്ട്. അനു എഴുന്നേറ്റ് പാടാ മോനെ. അനു ഈ ചേട്ടൻ ഇങ്ങോട്ട് വന്നേ. കഴിച്ചോ? രാവിലെ ഒന്നും കഴിച്ചില്ല. രാവിലെ ഒന്നും കഴിച്ചില്ല? ഇല്ല. ഇന്നലെ കഴിച്ചോ? ആ, പുള്ളി കഴിക്കുന്നില്ല. അതാണ് റജിവറെ, ഒന്നും കൊടുക്കുന്നില്ലേ പുള്ളിക്ക്? രാവിലെ കഴിച്ചോ? കുഴപ്പമില്ല. ശരി, ഇത്രേ ഉള്ളൂ. കഴിച്ചു. ശരി, പോയിരുന്നു. കാണാൻ വേണ്ടിയാ പോയിരുന്നു. ചേട്ടൻ പോയിരുന്നു. പോയിരുന്നു. ശരി, അപ്പൊ ഇത് ഇങ്ങനെയാണ്. പിന്നെ സെൽവന്റെ കാര്യം, സെൽവൻ എപ്പോഴും ചായ വേണം അല്ലേ? എപ്പോഴും ചായ. ഇനി സെൽവന്റെ ഏറ്റവും വലിയ ആഗ്രഹം, സെൽവൻ ഒരു കല്യാണം കഴിക്കണം. അതാണ്. എന്നോട് ചോദിക്കും എന്നും, അച്ഛാ പെണ്ണ് ശരിയായെന്ന് ചോദിക്കും. ശരി, എത്ര വയസ്സായി? 46 വയസ്സ് കഴിഞ്ഞു. 46 വയസ്സ്. ഇവിടെ എങ്ങനെയുണ്ട് നിനക്ക്? സന്തോഷമുണ്ട്, നിറയെ വിഷയങ്ങളാണ്. ഇപ്പൊ കുഴപ്പമില്ല. ശരീരം ക്ഷീണമുണ്ട്.
നീ രാവിലെ കഴിച്ചോ? ഇല്ല. നിറയുന്നുണ്ടോ? കഴിക്കുന്നേ നിറയുന്നില്ല? ഉണ്ട്. എന്തെങ്കിലും ഒരു ദുഃഖം വരുമ്പോ കുറച്ച് നിറയെ കഴിക്കാൻ പോകും. അപ്പൊ ദുഃഖം വരുമ്പോ ആളുടെ ഹാബിറ്റ് ആള് നിറയെ കഴിക്കുമെന്നുള്ളതാണ്. ഞാൻ പൊതുവെ ചെറുപ്പത്തിൽ കഴിക്കില്ല. ഓക്കെ. എന്തെങ്കിലും ഒരു കഴിക്കുമ്പോ സന്തോഷം. അപ്പൊ ഇത് വെക്കുന്നവർക്ക് അത്ര സന്തോഷമല്ല. അതാണ് ഇവിടെ ഒരു വണ്ണമുള്ള അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി എന്നോട് ഒരു ദിവസം വന്ന് പരാതി പറഞ്ഞു. പരാതി എന്നാന്നറിയാം? അമ്മച്ചിയുടെ മോന് രാവിലെ 25 ഇഡലി കൊടുക്കണം. എത്ര? 25 ഇഡലി കൊടുക്കണം. അമ്മച്ചിയുടെ മോനെ പോലെ 4 പേരുണ്ട്, 100 ഇഡലി വേണം. അപ്പൊ നിങ്ങൾ ആലോചിച്ചേ, നമ്മൾ എത്ര ഇഡലി ഉണ്ടാക്കും ഒരു ദിവസം? ഇതാണ് അമ്മച്ചിക്ക് വേറെ ഒരു പരാതിയില്ല. എൻ്റെ മോന് വയറ് നിറച്ച് ആഹാരം കൊടുക്കണം. ഓക്കെ, നമ്മുടെ നോർമൽ ഒരു സ്റ്റേജ് ഒരു 10 ഇഡലി വരെ കൊടുക്കാം. കുഴപ്പമുണ്ടോ? ഇല്ല. മാക്സിമം ഒരു 10 ഇഡലി വരെ കൊടുക്കാം. 25 ഇഡലി വരെ കൊടുക്കാൻ പറ്റത്തില്ല. പറ്റുമോ? ഇല്ല. അതിപ്പം എന്നോ പറ്റുമോ ഫിലിമച്ച? ഇല്ല. അവന് കേടാ, ഇത് ശരീരത്തിന് കേടാ. ഇത് നമ്മൾ പറയുമ്പം അമ്മയ്ക്ക് നമ്മൾ ദേഷ്യ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞൊന്നുമില്ല, എനിക്ക് മനസ്സിലായി. അമ്മയോട് ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഈ അമ്മയ്ക്ക് ഒരു അറിവ് കൊടുക്കണം. മോനോട് പറഞ്ഞു കൊടുക്കണം, മക്കളെ 25 ഇഡലി ഒന്നും നമ്മൾ കഴിക്കില്ല. അത് പോസിബിളും അല്ല. ആണോ? അല്ല. സെൽവ, ചായ എങ്ങനെയുണ്ട് ഇപ്പൊ? കുടി ചായ തരുന്നുണ്ടോ ഇവിടുന്ന്? ചായ ഉണ്ട്. ആൾക്കാരൊക്കെ എങ്ങനെയുണ്ട്? ആൾക്കാരൊന്നുമില്ല, കുറച്ച് ദേഷ്യപ്പെടും. നീ ദേഷ്യപ്പെടുവോ? ഞാൻ ദേഷ്യപ്പെടില്ല. ദേഷ്യപ്പെടും. അല്ലാതെ വേറെ കുഴപ്പമില്ല. എനിക്ക് നല്ല കല്യാണം കഴിക്കണം. എൻ്റെ ഒരു ജോഡിയെ പെണ്ണെ കെട്ടണം. ശരി. എടേ, നീ കല്യാണം കഴിക്കുന്നോ? നീ കെട്ടുന്നോ? എന്നെ കെട്ടണോ? എടീ കേട്ടു നോക്ക്. എടീ കേട്ടു മോളെ. എന്റെ പെണ്ണുമ്മളെ സമ്മതിക്കത്തില്ല. ശരി. സുരേഷ് നിങ്ങള് സുരേഷിനെ കണ്ടു കാണും. സുരേഷ് ഒരു അക്രമകാരിയായ മനുഷ്യനായിരുന്നു. ഒരു ദിവസം അടുപ്പിൽ നിന്ന് തീക്കൊള്ളി എടുത്തോണ്ട് അമ്മമാരെ കുത്താനായിട്ട് വരുന്നു. ഇവിടെ നമ്മളെ കാണാനായിട്ട് നമ്മളോട് ഏറ്റവും സ്നേഹമുള്ള സിസ്ലി ആൻറ്റി, നമ്മളോട് ഒത്തിരി സ്നേഹമുള്ള മനുഷ്യരുണ്ട്. അതിൽ ഏറ്റവും സ്നേഹമാണ് സിസ്ലി ആൻറ്റിക്ക്. ഇല്ല ഇരിക്കും, കഴിക്കണ്ടായി. ഇരിക്കും. പിന്നെ കണ്ടോ, ഇതിനൊക്കെ വഹിക്കുന്നവർക്ക് നാഷണൽ അവാർഡ് കൊടുക്കണം. നിങ്ങൾ കുറ്റം പറയുന്നതിന് മുമ്പ് ഒരു 3 വട്ടം ആലോചിച്ചിട്ട് ഞങ്ങളെ കുറ്റം പറയാം. ഞാൻ ഈ ചേട്ടൻ്റെയൊക്കെ അടുത്ത് വന്ന് സ്നേഹത്തോടെ വന്ന് മുടി വെട്ടി കൊടുക്കും, ഷേവ് ചെയ്ത് കൊടുക്കും, മുടി ചീവി കൊടുക്കും, ഒക്കെ ചെയ്തു കൊടുക്കും. ഈ അമ്മമാരുടെ അടുത്ത് വരും. ഇവർക്കൊരു ആശ്വാസമാണ്. പിന്നെ ഏറ്റവും പരാതിപ്പെട്ട ഒരു അമ്മച്ചി ഞങ്ങളുടെ അമ്മച്ചിയാണ്. ഭയങ്കര പരാതിയാണ്. അമ്മച്ചി എപ്പോഴും കാണുമ്പോൾ എന്നോട് പറയും, എനിക്ക് പോകണം, എൻ്റെ വീട്ടിൽ പോകണം. അമ്മച്ചി എത്ര പ്രാവശ്യം ഇപ്പോൾ പോയിട്ട് വന്നു? 3 പ്രാവശ്യത്തെ പോക്ക് കഴിഞ്ഞാ? 3 പ്രാവശ്യം പോയിട്ട് വന്ന എൻ്റെ സഹോദരനോട് ഞാൻ പറയുക, എനിക്കെതിരെ ഊമക്കത്തയച്ച എത്ര പേരാണെന്നറിയാം. അവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ എന്നോട് അത്രയും സ്നേഹമാണ്. എനിക്ക് അവരെന്നെ ഊമക്കത്ത് വായിച്ച് കേൾപ്പി. കഴിഞ്ഞ ദിവസം ഒരു ഊമക്കത്ത് അയച്ചേക്കുവാണ്, ഇവിടെയുള്ള അമ്മച്ചിമാരെ ഞാൻ വടി കൊണ്ട് തല്ലുന്നു. ഞാൻ തല്ലിയിട്ടുണ്ടോ? ഞാൻ ചിരിച്ചോണ്ടല്ലാതെ ഇന്നുവരെ ഒരമ്മയോടും ഇടപെട്ടിട്ടില്ല. അപ്പൊ ഈ എഴുതിയ ആള് ഊമക്കത്ത് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ നിങ്ങളെ ഞങ്ങൾക്കറിയാം, ഇവിടുത്തെ ഏതോ ഒരു അമ്മച്ചി നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ സ്വർഗമായിട്ട് അവര് ജീവിക്കുന്നേ. ആ പറഞ്ഞ പറച്ചിൽ അവിടെ മനസ്സിൽ കിടപ്പുണ്ട്. നിങ്ങൾ അതൊക്കെ ഞാനും എൻ്റെ മനസ്സിൽ ഓർക്കുക. ഞങ്ങളുടെ മോനെ അന്ന് ഇവന് അടുപ്പിൽ നിന്ന് തീമെടുത്തോണ്ടല്ലേ, അടുപ്പുണ്ട്, തീക്കൊള്ളി എടുത്തോണ്ട് ഇവിടുന്ന് അമ്മച്ചിമാരെ കുത്താൻ ഒരു വരവ് വരുന്നു. ആ സമയത്ത് ഇവിടുന്ന് ഓടിപ്പോകുന്നു, റെജിവറിന്റെ ദേഹത്ത് പൊള്ളിക്കുന്നു, അടിക്കുന്നു. അപ്പൊ ഇവിടെ നിൽക്കുന്ന ഒറ്റ ഒരാൾ പോലും കൂടെ വന്നില്ല. നിങ്ങളോട് പറയാ അത് കേട്ടോ, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയാ. ആ സമയത്ത് റെജിവറിന്റെ ശരീരത്തിലൊക്കെ പൊള്ളലുണ്ട്, തീയുടെ പൊള്ളലുണ്ട്. നിനക്ക് ഓർമ്മയുണ്ടോ സുരേഷേ? അറിയാം. മനഃപൂർവ്വം ചെയ്താന്നോ? അല്ല, ചുമ്മാ ചെയ്താ? ഫ്രീയാ വെറുതെ ചെയ്താന്നോ? അന്ന് വയ്യാത്ത സമയത്ത് ചെയ്താ? ഓർമ്മയുണ്ടോ? അത് ഉണ്ട്? ഇല്ല.
അമ്മച്ചിമാരെ കുത്തഞ്ചെന്നൊക്കെ ഓർമ്മയുണ്ടോ? റിജി അടിച്ച കാര്യം ഓർമ്മയുണ്ടോ? ഇതാണ് അവരുടെ മാനസികാവസ്ഥ. അന്ന് അവനെ കീഴ്പ്പെടുത്തണം. റെജി എന്ന് പറഞ്ഞ ഒരാൾ അവിടെ നിന്ന് അവനെ കീഴ്പ്പെടുത്തിയില്ലെങ്കിൽ ഇവൻ ഈ തീക്കൊള്ളി കൊണ്ട് താഴോട്ട് പോകും. താഴത്തെ വീട്ടിലെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്നാ പറയും? ബിനു വാഴമുട്ടം മനഃപൂർവ്വം കുത്തിച്ചെന്ന് പറയും. ആ സമയത്ത് റെജിയുടെ കൃത്യമായിട്ടൊരു ഇടപെടലാണ് ആ കാര്യത്തിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ഉണ്ടായത്. അത് ഞാൻ മനസ്സിൽ വിചാരിക്കും, മറ്റൊരാളാണ് ഇവിടെ നിന്നതെങ്കിൽ നമ്മൾ പെട്ടുപോകും. നമുക്ക് പിന്നീട് ഒന്നും ചെയ്യാം. എന്തെങ്കിലും ഒരു അക്രമം ഉണ്ടായാൽ ഞങ്ങളോട് പറയുക, നമ്മുടെ നെഗറ്റീവ് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമുള്ളേ. ശരിയും അവർ കാണാൻ ആഗ്രഹിക്കുന്ന നെഗറ്റീവാ. പക്ഷെ കൃപയാൽ ഇന്ന് വരെ ഒരു നെഗറ്റീവ് വന്നിട്ടില്ല. ഇല്ല, നടത്തി ദൈവം. ഈ 5 വർഷം നമ്മൾ നടത്തി. ദൈവത്തിന്റെ കരുണയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം, നമുക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം സ്നേഹത്തിന് വേണ്ടി ദൈവം തരണം. അത് എനിക്കിത് പോരാ, എനിക്ക് ഇവർക്കെല്ലാം ഇറങ്ങി നടക്കണം, വെളിയെ ഇറങ്ങി നടക്കണം. അവർക്ക് രാവിലെ ഇറങ്ങി നടക്കണം, വൈകിട്ട് ഇവിടെ ഇറങ്ങി നടക്കാം. സാർ, എനിക്ക് തന്നെ ഇറങ്ങി നടന്നിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇറങ്ങി നടക്കാൻ നമുക്ക് സ്ഥലമില്ല. ഇത് മുഴുവൻ ബിൽഡിങ്, ഇറങ്ങി നടക്കാൻ പറ്റില്ല. നമുക്ക് വെളിയിൽ ഇവർക്ക്, എനിക്ക് എല്ലാ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും മക്കളെ എല്ലാം രാവിലെയും വൈകിട്ടും ഇറക്കി നടത്തിക്കണം. അതിനുവേണ്ടി ഒരു കാര്യം ഉണ്ടാകണം. അതിന് നിങ്ങൾ പ്രാർത്ഥന. സുരേഷേ പോയിരുന്നോ? ശരി, അമ്മച്ചി വന്നേ. നിങ്ങൾ ഈ അമ്മച്ചിയെ കണ്ടോ? മറിയാമ്മച്ചി ഇല്ലയോ? മറിയാമ്മച്ചിയുടെ അമ്മച്ചി ഈ അടുത്ത ദിവസം ഇവിടുന്ന് പോയിരുന്നു. വീട്ടിൽ പോയത് എന്തിനാന്ന് ചോദിച്ചാൽ, മോൻ വന്ന് സ്നേഹത്തോടെ വിളിച്ചു, അമ്മച്ചി ഞങ്ങൾ നോക്കിക്കോളാം, അമ്മച്ചി വീട്ടിൽ വരണം. അപ്പൊ അമ്മച്ചിക്ക് എന്നോട് ഭയങ്കര സ്നേഹമാട്ടോ. ശരിക്കും ശരിക്കും സ്നേഹമാണ്. അത് പരമാർത്ഥമായിട്ട് ഞാൻ പറയുക. അമ്മച്ചി വേണ്ട കഴിക്കാൻ പോവാ, കഴിക്കാം. അമ്മച്ചി അമ്മച്ചിയെ സ്നേഹത്തോടെ കൊണ്ടുപോയി. മോന്റെ സ്നേഹമല്ലേ, അമ്മച്ചി അങ്ങ് പോയി. അപ്പൊ മോൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മ നമ്മൾ വീട് വിൽക്കാൻ പോവാ, അപ്പൊ അമ്മ ഒപ്പിട്ട് തരണം. അമ്മ ഒപ്പിട്ടു. എന്നിട്ട് പറഞ്ഞു, വിറ്റ് കഴിയുമ്പോൾ അമ്മയ്ക്കുള്ള പൈസ ഞങ്ങൾ തരും, അമ്മയ്ക്കൊരു വീടും എടുത്തു തരും. സ്നേഹിതരെ എന്നാ ചെയ്തെന്നറിയോ? വിറ്റ് കഴിഞ്ഞിട്ട് ഒരു പൈസ പോലും കൊടുക്കാതെ അമ്മയെ ഉപേക്ഷിച്ചു. അപ്പൊ റജിബർ എന്നോട് ചോദിച്ചു, എന്നാ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, മോൻ ഉപേക്ഷിച്ചല്ലോ, നമ്മൾ ഏറ്റെടുക്കും. ഉപേക്ഷിച്ചുകൊണ്ട് ഏറ്റെടുക്കും, ഇല്ലേലും ഏറ്റെടുക്കും. ഇതാണ് മക്കള്. ഫിലിപ്പച്ച, ഇതാ ഞാൻ കാണുന്നത്. മനുഷ്യരൊക്കെ പൈസയാണ് ഏറ്റവും വലുത്. അമ്മച്ചി, എന്നാ ഇല്ലേലും ഞങ്ങൾ നോക്കും. അത് എന്നാ ഇല്ലേലും എന്നാ പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ കൂടെ നിൽക്കും. മോന്റെ പൈസ ഒന്നും നമുക്ക് വേണ്ട. അമ്മച്ചി എന്നോട് പറഞ്ഞു, നമുക്ക് കളക്ടറേറ്റിൽ ഒന്ന് പൈസ കൊടുക്കാം. ഞാൻ വിചാരിച്ചു വേണ്ട, മോൻ അതുകൊണ്ട് ജീവിക്കട്ടെ, സാരമില്ല, നമ്മുടെ കൈകളതയും ബലപ്പെടുത്തിയാൽ മതി. അതെന്തിനാന്ന് ചോദിച്ചാൽ, നിങ്ങൾ വിചാരിക്കുന്ന ഈ പ്രായമാകുമ്പോൾ ഇവർക്ക് ശരീരത്തിൽ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഇപ്പം നമ്മുടെ മേളൊരു അമ്മച്ചി കിടപ്പുണ്ട്. അമ്മച്ചിയുടെ പേരെന്ത് പറഞ്ഞു? ഇവരെ ശ്യാമള അമ്മച്ചി. അമ്മച്ചിക്ക് ക്യാൻസറാ. നിങ്ങൾക്കറിയാം, ക്യാൻസർ ചികിത്സിക്കാൻ ഒത്തിരി പൈസ വേണം. നമുക്ക് ഇതുകൊണ്ട് നിൽക്കുകയല്ല. ഞാൻ അമ്മച്ചിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ എന്നോടൊരു കാര്യം പറഞ്ഞു. പാസ്റ്റർ എൻ്റെ കയ്യെ പിടിച്ചുകൊണ്ടാണ് പറഞ്ഞത്, പാസ്റ്റർ അമ്മച്ചിയെ നോക്കല്ല. അമ്മച്ചി ഇരുന്നേ, ഒരു കാര്യം ഒന്ന് പറയാൻ. ഞാൻ പറയുന്നതുകൊണ്ട് ക്ഷമിക്കണം, പറയാൻ പാടുണ്ടോ എന്നറിയില്ല. ഡോക്ടറിൻ്റെ വാക്ക് അതുപോലെ കടമെടുത്ത് പറയാം. നന്ദി കെട്ടയാളായി സ്ത്രീ. ഇവരെ നോക്കരുത്. ഇവരെ ഞാൻ വിളിച്ചു പറയാം, പാസ്റ്റർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇവരുടെ മക്കളോട്. എൻ്റെ നമ്പർ വാങ്ങിച്ച് ഞാൻ ഇവിടുന്ന് നമ്പർ എടുത്ത് അവരുടെ മക്കളെ ഡോക്ടർ ലൗഡ് സ്പീക്കറിൽ വിളിച്ചു. അവരുടെ മക്കൾ പറഞ്ഞ വാചകം കേട്ടോ? ആ സ്ത്രീ പുഴുത്ത് ചത്താലും ഈ പഠിക്കാത്ത ഞങ്ങൾ കേട്ടത്തില്ല. ഇതാ മക്കൾ പറഞ്ഞ വാചകം. ഞാൻ അവരും ആ വാചകം കേൾക്കുന്നു. ഞാൻ അവരെ ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവരെന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്, എനിക്കൊരു ജോലിക്കാരി എന്തെന്ന്, എനിക്ക് ജ്യൂസ് കുടിക്കണം, ഷുഗർ ഉള്ളയാളാ, എനിക്ക് ജ്യൂസ് കുടിക്കണം, എനിക്ക് ബർഗർ കഴിക്കണം, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കണം. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കേൾക്കത്തില്ല. തിരിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഒരു 2 ആഴ്ചയോളം നമ്മൾ ഹോസ്പിറ്റലിൽ കഴിഞ്ഞു. ഇവിടുന്ന് ഒരു പെൺകുട്ടിയും കൂടെ വിട്ടു. ചെയ്ത കാര്യം ഇങ്ങനെയാ, അവർ ഡോക്ടർക്ക് സ്വസ്ഥത കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഡോക്ടർക്ക് അത്രയും ദേഷ്യമായി. ഡോക്ടറെ ചീത്ത വിളിച്ചു, ചെറുപ്പക്കാരനായ ഡോക്ടർ അങ്ങനെ ചീത്ത വിളിച്ചു. സ്നേഹിതരെ, നമ്മുടെ നല്ല വാക്കാ നമുക്ക് വെള്ളം കിട്ടുന്നത്. നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചാലും ഞാൻ വെള്ളം തരും, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്നെ ചീത്തയൊക്കെ വിളിക്കാം, എന്നോട് എന്നാ പറഞ്ഞാൽ ഞാൻ വെള്ളം തരും. അതിനകത്ത് എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ കടം വാങ്ങിച്ചാൽ തന്നെ ചെയ്യും. നിങ്ങൾ ഇതിനെല്ലാം പ്രതിഫലം തരുന്നത് ദൈവമാണ്. ഇത് കാണുന്നതും ദൈവമാണ്. ഇപ്പം കാല് വിരൽ മുറിച്ച അച്ഛനൊന്നും എഴുന്നേറ്റ് വന്നേ. അച്ഛനെ ഇന്ന് കിട്ടിയ അച്ഛനെ എനിക്ക് അറിയാവുന്ന ഇന്നും ഇന്നലെ ഒന്നും അല്ല. എത്ര നാളും പറയാം.
4-5 കൊല്ലത്തിന് മുമ്പേ എനിക്ക് അച്ഛനെ കൃത്യമായിട്ട് അറിയാം. അവിടെ വന്നിട്ടുള്ളയാളാ. ഇപ്പോഴത്തെ അവസ്ഥ, ഭാര്യയ്ക്ക് 2 കണ്ണും കാണില്ല. ഭാര്യ ഗാന്ധി ഭവനിലാണ്. പിന്നെ ഒരു മോനുണ്ട്, അവൻ നോക്കത്തില്ല. അവന് വേണ്ട അവന് വേണ്ട അപ്പനെ അമ്മയും വേണ്ട. പക്ഷെ ഞങ്ങള് പൊന്നുപോലെ നോക്കാൻ തീരുമാനിച്ചേക്കുവാ. അച്ഛൻ്റെ പേരെന്തുവാ? ജോൺസിയാനെ നമ്മൾ നോക്കും. ഇതുപോലെയുള്ള അപ്പന്മാരെ, അദ്ദേഹത്തിന് ഷുഗർ ഉണ്ട്, കാലയിലെ ഒരു വിരലും മുറിച്ച് കളഞ്ഞ അച്ഛാ ഇനിയും ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ഇന്നലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ബാവുഷ ഒന്ന് വന്നേ. ബാവുഷ വന്ന് ഇന്നലെ വൈകിട്ട് എന്നോട് പറഞ്ഞു, കൂടെ ഉണ്ടായിരുന്നു. ബാവുഷാന് TPM പൊക്കൊണ്ടിരുന്ന ആളാ അല്ലെ. TPM ഒരു വിശ്വാസിയായിരുന്നു. ഒത്തിരി ഞങ്ങളുടെ നാട്ടിലെ അറിയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റുകാരൻ, വലിയ വീട് അദ്ദേഹത്തിനുണ്ട്. വീണ ജോർജ് അദ്ദേഹത്തിന്റെ വീടിന്റെ ഉദ്ഘാടനത്തിന് വന്നയാളാ. ഒരു രാഷ്ട്രീയ പ്രവർത്തന, റിയൽ എസ്റ്റേറ്റിന്റെ കാര്യങ്ങൾ ചെയ്തയാളാ. എല്ലാം നഷ്ടപ്പെട്ടൊരു സുപ്രഭാതത്തിൽ, ആ സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടപ്പോ എല്ലാവരും കൈവിട്ടു, കുടുംബം കൈവിട്ടു. ഈ കൈവിട്ട സമയത്ത് നമ്മൾ ചേർത്ത് പിടിച്ച് നമ്മുടെ കൂടെ നിർത്തിയേക്കുക. നമുക്ക് അദ്ദേഹം സഹായമാണ്, അദ്ദേഹത്തിന് നമ്മൾ ഒരു സഹായമാണ്. ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും. അവർക്കൊരു ക്ലാപ്പ് ദൈവം നിങ്ങൾ കൊടുത്താട്ടെ. ദൈവം അനുഗ്രഹിക്കും. മരിക്കുന്നവരെ എന്റെ ജീവൻ പോയാൽ മക്കൾക്ക് വിട്ടുകൊടുക്കരുത്, അവരെ കാണിക്കുകയും ചെയ്തു. അത് ചെയ്യത്തില്ല. എഴുതി തരണം. എനിക്ക് എഴുതി തരാം. ഒരു വീഡിയോയുടെ അല്ല, എഴുതി തരുന്നതിന് കാരണം ഞാൻ 35 ലക്ഷം രൂപയുടെ കൊടുത്ത് 30,000 രൂപയുടെ മെത്തെ കിടന്ന് ഞാൻ വഴിയിലാക്കി. നിങ്ങൾ കേൾക്കുന്നില്ല. ഒരു മിനിറ്റ് പറയണം. എനിക്ക് മാനസികമായിട്ട് ഒത്തിരി പ്രയാസങ്ങൾ വരും. അപ്പോൾ പ്രയാസം നേരിടുമ്പോൾ ഞാൻ ചെല്ലുന്ന എന്താ, ആദ്യം ഒരു ക്വാർട്ടർ വാങ്ങിച്ചടിക്കും, അന്നേരവും ഉറങ്ങത്തില്ല. പിന്നെ അത് 1/2 പൈൻ്റ് ആകും, അന്നേരവും ഉറങ്ങില്ല. പിന്നെ അത് 1/2 ലിറ്റർ ആകും. ഒരു ദിവസം ചെന്നൊരു പട്ടാളക്കാരനുള്ള ഒരു കുപ്പി വാങ്ങിച്ചിട്ടുണ്ട്, അന്ന് ഒട്ടുമേ ഉറങ്ങില്ല. ഏതാ ഈ മക്കൾ എന്താ ഉപേക്ഷിച്ച് ആ ഒരു കാര്യം? മക്കൾ ഉപേക്ഷിച്ച് എന്നാൻ ചോദിച്ചു കഴിഞ്ഞാൽ, തുറന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ലോകസുന്ദരിയായ ഒരു മരുമോളെയാണ് കിട്ടിയത്. വേണ്ടെന്ന് പറഞ്ഞതാ. അപ്പം നമ്മുടെ കുടുംബവും വീടും കേട്ടപ്പോൾ അവർക്ക് ഞങ്ങളെ കല്യാണം നടന്നു. പക്ഷേ ഈ ആൾ വലിയ അടാവെടിക്കാരിയാണ്. അച്ചാച്ചാന്ന് വിളിച്ചാൽ 15 നാക്കാ. പക്ഷേ അച്ചാച്ചാന്ന് രാവിലെ വിളിച്ചാൽ ഇവിടെ പോയാൽ 3-4 ദിവസം കഴിഞ്ഞത്. മകൻ കുവൈറ്റിൽ. അപ്പം ഇവരുടെ ചില റെക്കോർഡുകൾ എൻ്റെ അലമാരിക്കകത്തുനിന്ന് എൻ്റെ ഈ അന്ന് പോലെ തന്തയില്ല തള്ളയില്ല. നിങ്ങളെ വേണ്ട. കാരണം അവരുടെ റെക്കോർഡ് കയ്യിലെടുത്തപ്പോൾ നമ്മൾ ദൈവത്തെ വിളിക്കുന്നവനും കുടുംബാരാധന നടത്തുന്ന ഒരാളായിരുന്നു. ഇവള് കാരണം ഞാനങ്ങ് മദ്യപാനിയായി. ഏതാ അപ്പോൾ അപ്പനെയും വേണ്ട അമ്മയും വേണ്ട, 2 കണ്ണ് കാണത്തില്ല, ബ്രസ്റ്റ് എടുത്തതാ, എല്ലാവരുടെ യൂട്രസ് എടുത്തതാ. കഴിഞ്ഞ ആഴ്ച ബാബനോട് ഒരു കയ്യിലൊരു മോതിരം ഉണ്ടായിരുന്നു, അത് വിറ്റ് 83,600 രൂപയ്ക്ക് കൊടുത്തേക്ക് 3,600 പോക്കറ്റ് ഇട്ടത് 80,000 രൂപ കൊണ്ട് അവിടെ കൊടുത്തു. ശരി, ഈ അമ്മയുടെ കരുതി കേട്ടുകൂടാ. ഈ അമ്മ ഗാന്ധി ഭവനിലാണ് അവിടുത്തെ മൂട്ട. ഒരു കാര്യം കൂടെ, കൊടുക്കത്തുള്ളൂ. നിങ്ങൾ കേട്ടോണം. ഞാനിവിടെ 1 മാസം സെക്യൂരിറ്റി ആയിട്ട് നിന്നോനാ. അപ്പം അവിടെ കിടക്കാനും ഇരിക്കാനും ഒക്കെ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ആഹാരം കഴിക്കത്തില്ല. എനിക്കൊരു കാന്താരിമുളക് ആയാലും മതി, പക്ഷേ അതിന് ഉപ്പ് കഴിക്കുകയാണ്. അങ്ങനെ കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ കേട്ടില്ലേ? അതായത് ഈ അമ്മയെ ചികിത്സിക്കാൻ 80,000 രൂപ ഇപ്പൊ കൊടുത്തിരിക്കുക. ഞാൻ ഇവിടെ കിടന്ന് ഇത്രയും വാക്ക് എന്നോട് പാലിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്, അതെല്ലാം പാസ്റ്ററുടെ സ്ഥാപനത്തിൽ ഞാൻ തരും. അതിന് എൻ്റെ കയ്യിലുണ്ട്, ദൈവം തന്നിട്ടുണ്ട്. പുള്ളി കൊടുക്കാൻ പാടില്ല. കാരണം അവരെ മുലയൂട്ടി വളർത്തിയ അമ്മ വൃദ്ധസദി മൂട്ട അടിച്ച് കിടക്കുന്നു. 35 ലക്ഷം രൂപയുടെ വീട് വെച്ച് കൊടുത്തു, 4 വശവും മതിൽ കെട്ടി കൊടുത്തു, ഗേറ്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഗേറ്റ് ഇട്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഗേറ്റ് ഒന്നും ഇടണ്ട, മതിൽ കെട്ടു. ഞാൻ ചോദിച്ചു, ഞാനോ എൻ്റെ ഭാര്യയോ മരിച്ചു പോയാൽ നിനക്ക് ഈ ഗേറ്റ് അകത്ത് താഴെ ഇട്ട് പൂട്ടി സ്വസ്ഥമായിട്ട് ഇവിടെ കിടക്കാം, ഒരു ഉദരം ഉണ്ടാകുന്നു. അപ്പോൾ അവൾ നേരത്തെ കണക്ക് കൂട്ടിയാൽ ഞങ്ങളെ നോക്കരുത്. അപ്പോൾ അവൾ ലോകത്തിൻ്റെ ഇമ്പത്തിൽ പോകുന്നത് സൈക്കോളജി മനസ്സിലായി. അപ്പോൾ അത്ര ഇതായതുകൊണ്ട് മകൻ എന്തോ പറഞ്ഞു. മകന് അവള് പറയുന്ന അല്ലാതെ ഇന്ന് നീ മൂത്രം ഒഴിക്കണ്ട ചായ എന്ന് പറഞ്ഞാൽ 6 മാസം ആ മൂത്രം ഒഴിക്കത്തില്ല. അവള് പറയുന്ന കേൾക്കത്തുള്ളൂ. ഡിഗ്രിക്കാരനാ. പിന്നെ ആടിനെ വാങ്ങിച്ച് 18 കിലോ ഉള്ളതിനെയാണ് അറുത്ത് കൊടുക്കുന്നത്. മൂരിയിറച്ചി ചന്തയിൽ നിന്ന് വാങ്ങിയതില്ലേ, മൂരിയെ വാങ്ങിച്ച് അറുത്ത് അങ്ങോട്ട് കൊടുക്കും. പത്തനംതിട്ട ചന്തയിൽ ചെന്നാൽ മുസ്ലിങ്ങൾ ഇങ്ങോട്ട് വിളിക്കും, വാച്ചാ 2 കിലോ വില നീ മുറിച്ച് ചെറുത് തോരന് ഉറക്കാന് ഇത് കൊണ്ട് കൊടുത്ത് തീറ്റി കൊടുക്കും. TV മുതൽ ഫ്രിഡ്ജ്, ലോകത്ത് AC ഉള്ളു, അതും വെക്കാൻ എഴുതാം. ഞാൻ റിയൽ എസ്റ്റേറ്റുകാരനായിരുന്നു. എൻ്റെ ഇഷ്ടം പോലെ കാശെന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി പറഞ്ഞപ്പോൾ 100 രൂപ പാസ്പോർട്ട് പ്രാർത്ഥിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയാൽ 2 ലക്ഷം കൊണ്ട് വീട്ടിൽ കയറുന്നു. 4 ലക്ഷം രൂപ കടം കൊടുത്ത് എഴുതി തള്ളിയിരിക്കുക.
ഇപ്പോൾ അത് കിട്ടത്തില്ല, അത് എഴുതി തള്ളി. അപ്പൊ അത്രയും അതുപോലെ പൈസ ഉണ്ടായിരുന്നു. അല്ല, എനിക്ക് ദൈവം തന്നുകൊണ്ടിരിക്കുക, പാസ്റ്റർ പറയുന്ന പോലെ ദൈവം തന്നുകൊണ്ടിരിക്കുന്ന. അപ്പൊ ഞാൻ ഇവരുടെ ഈ അഹങ്കാരം കൊണ്ട് ഇതൊക്കെ കാണിച്ചെങ്കിലും ഞാൻ പോകുന്ന കൂട്ടത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകും, വരുമ്പോഴും പ്രാർത്ഥിക്കും. ഇനി എങ്ങനെ ആയാലും ഒരു 3-4 രൂപ എൻ്റെ കയ്യിൽ വരും. 4.5 പവൻ എൻ്റെ കഴുത്തിലുണ്ട്. അതും ചിലപ്പോൾ ഞാൻ എടുത്തിടുമെന്നും പറയില്ല. ചാകുന്നുണ്ടെ ഊരി എടുത്ത് വിറ്റേക്കും. 5 ലക്ഷം രൂപ കിട്ടും. 5 ലക്ഷം കിട്ടും. അത് നമ്മുടെ അമ്മമാർക്കും അപ്പച്ചന്മാർക്കും വാർഷിക വസ്തു വേണമെന്ന് പറഞ്ഞ് വേണേ വാങ്ങിച്ചു. പക്ഷെ ഇപ്പോഴെങ്കിലും ചാവത്തില്ല. അല്ല, ചാകുന്നതിൻ്റെ അല്ല, അവർക്ക് എൻ്റെ ബോഡി കാണിക്കരുത്. അത് മക്കളെ എടുത്തേക്കണം. ഒരു കാരണവശാലും മക്കൾക്ക് ബോഡി കാണിക്കരുത്. കാരണം അവർക്ക് അപ്പനും അമ്മയും ഇല്ലല്ലോ. അപ്പോൾ അവരെ ഇപ്പൊ ഇവിടെ കഴിയുന്ന ഈ ചർച്ചിൽ എന്നെ കുഴിച്ചിട്ടോട്ടെ. ഇവിടെ കുഴിച്ചിടത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, മെഡിക്കൽ കോളേജിൽ തന്നെ കൊടുത്തു. വേണ്ട, അവർ പഠിച്ചോട്ടെ. വേണ്ട. ഞങ്ങളിവിടെ പൊന്നുപോലെ ഞങ്ങൾ നോക്കും. യേശുവിന് വേണ്ടി നിന്നോണം. ഞങ്ങളെ കൂടെ ഉണ്ട്. സന്തോഷമായിരിക്കും. ദൈവം അനുഗ്രഹിക്കും. ശരി, ഒരു ക്ലാപ്പ് കൊടുത്തേ. ഇതൊക്കെയാണ് ഇവിടെ വരുന്ന ആളുകളുടെ അനുഭവങ്ങൾ. ഇന്ന് വന്നയാളാ, ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നയാളാ. ഇദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധു നമുക്ക് 2 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ പേരിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നേ. പക്ഷേ കൊണ്ടുവന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഒന്നുമില്ല, ഒരു കാര്യവും ഞങ്ങളുടെ ഇല്ല, പാസ്റ്റർ വേണമെന്ന് നോക്കിയോ. അപ്പം ഞാൻ അദ്ദേഹത്തിന് മരുന്നിൻ്റെ ആവശ്യങ്ങളുണ്ട്. മരുന്ന് കഴിക്കുന്ന ആളാ, മരുന്നിൻ്റെ ആവശ്യമുണ്ട്. ആളുകൾ നമ്മളോട് ഇങ്ങനെ തുടക്കത്തിൽ കാര്യങ്ങൾ പറഞ്ഞാലും ഇതൊക്കെയാണ് നമ്മുടെ അനുഭവം. ഇവിടെ നമുക്ക് മൂട്ടയൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. മൂട്ടയും എലിയും പൂച്ചയും ഒന്നും നമുക്കില്ല. നമുക്ക് നല്ല സ്ഥാപനം ദൈവം തന്നു. ദൈവം നമ്മളെ നടത്തി. നിങ്ങളെല്ലാവരും ഏറ്റവും നന്നായിട്ട് അമ്മമാരും അപ്പന്മാരും ഒക്കെ പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെല്ലാവരും